Animated Live Tuition. Good evening. Welcome. Hi, hey, hello. Where are you all? How are you? Yes, let me see the energy in the comments. Good evening. Yes, good evening. Very good evening. How's the climate, guys? Is it rainy? Is it rainy? Yes, I'm good, Lakshmi. Thank you. So can I see the Lakshmi Sri? Yes. Hi, hello. I'm good. Thank you. Yes, Anugraha. Good evening. Neha. Yes. Hi, hello. എല്ലാരും എത്തിയോ? I'm good, Mary. I'm doing great actually. Like heavy rain? Yeah, it's heavy rain there. Okay. Rain ഒക്കെ ഒരു വഴിക്ക് പോയിക്കോട്ടെ, നമുക്ക് ജിൽജിലായിട്ടിരിക്കണം കേട്ടോ. റെയിൻ ഒന്നും നമ്മളെ ബാധിക്കരുത്. ജോസ് കുട്ടി എവിടെ ഉണ്ടോ? യെസ്, പാട്ടൊക്കെ പാടി ചില്ലായിട്ടിരിപ്പുണ്ടായിരുന്നല്ലോ. ഞാൻ കണ്ടിരുന്നു. അങ്ങനെ തന്നെ ചില്ല് ചെയ്തിരുന്നോ? നമുക്ക് നമ്മുടെ സെഷൻ തുടങ്ങിയാലോ? എന്തെങ്കിലും പറയാനുണ്ടോ, ചോദിക്കാനുണ്ടോ? എവരിതിങ് ഗുഡ്? Give me a head shake if you're ready for the session. Give me a head shake if you're ready for the session. No, not ready. Okay. കുറച്ച് പേരൊക്കെ റെഡിയാ. കുറച്ച് പേർക്ക് എന്താണ് പരിപാടി? Who is that? എഡ്വിൻ ആണോ? സെൻട്രൽ റൈറ്റ് ആ. എഡ്വിൻ സർ? എറിക് എവിടെ ഹെഡ് ഷേക്ക്? കിട്ടിയില്ല. Okay. So yes guys, without wasting much time, let's jump into a session. Yeah, please switch on the cam. Who is that? Iron. Switch on the cam. നിങ്ങളുടെ beautiful faces ഒക്കെ എന്നെ കാണിക്കൂ. Let me see. Reasons class ടീച്ചറോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ it's fine. ഫോൺ എങ്ങനെയാ വെക്കണ്ടേ? ഇതൊന്നും ഞാൻ ഇനി പറയുന്നില്ല. Okay. ഇല്ല ലക്ഷ്മി ശ്രീ. This is my own. Okay. So fine. In the previous class, where did we stop? നിങ്ങൾ പറയുന്നിടത്ത് നിന്ന് ഞാൻ തുടങ്ങും. So tell me. Yes, Joanna, yes, Ashlyn, yes, we finished the discussion of genes. Yes, Gopika, perfect. We finished exactly at adarka nucleosome ningodu പോകുന്നില്ലേ ഹസീമേ? ഇപ്പോഴും ന്യൂക്ലിയോസോമിലാണോ? Okay, so we were discussing our chapter 8, heredity, and we were discussing the major basic things of heredity, right? So നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് where is gene seen, അല്ലേ? എവിടെയാണ് ഈ ജീൻ ഇരിക്കുന്നത്? അതായിരുന്നു നമ്മുടെ ഡിസ്കഷൻ. അങ്ങനെ നീണ്ട ചൂടേറിയ വാഗ്വാദത്തിന് ശേഷം നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? Where is gene? Who is going to tell me? I want someone to tell me. Do we have a list? ആരോടാ ചോദിക്കണ്ടേ? ആരോട് വേണമെങ്കിലും ചോദിച്ചോളൂ. Who is ready to tell me where is gene seen? In the middle of DNA. എന്താ DNA യുടെ അറ്റത്ത് ജീൻ ഇല്ലേ? Only middle. എന്താ കൃഷ്ണൻ എന്താ അങ്ങനെ ഒരു ടോക്ക്? Who is ready? Give me a hand raise. പെട്ടെന്ന് പറ. നിങ്ങൾ പെട്ടെന്ന് ഓടുന്നു പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് ഓടുന്നു നീങ്ങും. ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ നിൽക്കുന്നു. Who is ready? Alan is ready. Hi Alan, good evening. Good evening. Type ചെയ്യാനല്ല സംസാരിക്കൂ. You are unmuted. Hello, good evening. കൊള്ളാം, അടിപൊളി ശരി. പറയൂ, എന്തുണ്ട് വിശേഷം? സുഖാണോ? So where is this gene seen? ഇത് എവിടെ ഇത് കാണാൻ പറ്റും? എവിടെയാണ്? സെല്ലില്, ന്യൂക്ലിയസില്. ന്യൂക്ലിയസില് അവിടെ വളരെ ശരിയാണ്. എന്നിട്ട് ന്യൂക്ലിയസിന്റെ ന്യൂക്ലിയസില് ക്രോമസോംസ് ഉണ്ട്. ക്രോമസോംസിനുള്ളിൽ എന്തുണ്ട്? ന്യൂക്ലിയോസോംസ് ഉണ്ട്. അതിനുള്ളിൽ എന്തുണ്ട്? DNA ഉണ്ട്. DNA. Perfect. Very good. A portion or a part of this DNA is called a gene. Very good. Oh, അലനെ എന്നെ വിശ്വസിക്കാൻ പറ്റുള്ളൂ. ഞാനാണോ അത് പറഞ്ഞതൊക്കെ?
Okay, thank you. So that's it. നമ്മൾ ആകെ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു തീർത്തത് ഈ കാര്യമായിരുന്നു. Yes, today we have pretty much better topics coming on. We have to discuss monohybrid cross and basics of mental and genetics. Okay. ജനറ്റിക്സിനെ കുറിച്ചും മെന്റലിന്റെ കുറച്ച് എക്സ്പെരിമെന്റ്സിനെ കുറിച്ചും മോണോഹൈബ്രിഡ് ക്രോസും ആണ് ഇന്നത്തെ നമ്മുടെ എയിം. സോ ലെറ്റ്സ് സീ ഹൗ മച്ച് വി ആർ ഗോണ ഫിനിഷ് ഇൻ ദിസ് ക്ലാസ്. യു ക്യാൻ എക്സ്പെക്ട് എ മിനിമം ഓഫ് 4 to 6 വെയിറ്റേജ് ഓർ മാർക്സ് ഫ്രം ദിസ് ചാപ്റ്റർ. ദിസ് ഇസ് ജസ്റ്റ് എൻ അസംഷൻ. നമുക്കിത് പെർഫെക്റ്റ് ഇങ്ങനെ മാർക്സ് ഒന്നും പറയാൻ പറ്റില്ല, ബട്ട് ദിസ് ഈസ് എ ചാപ്റ്റർ വിച്ച് ഇസ് ക്യാരിങ് പ്രിറ്റി മച്ച് വെയിറ്റേജ് ഇൻ യുവർ സിലബസ്. ഓക്കെ, ദിസ് ഈസ് എൻ ഇമ്പോർട്ടന്റ് ചാപ്റ്റർ. സോ യെസ്, without wasting much time, let me jump on to today's topic. In the previous class we finished with gene, right? So take your notebook, get your pens, get ready. Yes, so gene is basically a functional segment of DNA. That's what we said. Or DNA യുടെ ഇങ്ങനെ ഇരിക്കുന്ന ഈ സ്പൈറൽ ആയിട്ട് ഇരിക്കുന്ന DNA യുടെ ഒരു പോർഷൻ ആണ് basically നമ്മൾ gene എന്ന് വിളിക്കുന്നത്. And this gene can encode for a protein, it can encode for an enzyme, it can encode for anything, right? നമ്മൾ അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. നമ്മുടെ ക്യാരക്ടറിനെ എൻകോഡ് ചെയ്ത് വെക്കുന്നത് ഈ ഒരു ജീൻ ആയിരിക്കും. മേ ബി നിങ്ങളുടെ ബോഡിയിലുള്ള യുവർ ഹെയർ കളർ, യുവർ സ്കിൻ ടെക്സ്ചർ, ഇതെല്ലാം എൻകോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് ദിസ് ഈസ് ദെയർ ഇൻസൈഡ് യുവർ DNA. So a gene can encode for a protein, a hormone, a trait in your body, etc. Fine. So this is basically the unit of inheritance. അവിടെയായിരുന്നു നമ്മൾ നിർത്തിയത്. Let's jump on to the new topics. And gene is basically the units of inheritance. Keep it in mind. The unit of inheritance is gene. And gene which codes for a pair of contrasting traits are known as alleles. Yes, here comes the new term, allele. Yes. Genes which code for a pair of contrasting traits are known as alleles. ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാൻ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. ഈ ചാപ്റ്ററിൽ മൊത്തത്തിൽ നമ്മൾ ഈ ഒരു എക്സാമ്പിൾ ഇനിയും പറയും. സോ നിങ്ങൾക്ക് ഹൈറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ട്രേറ്റ് ആണ്. ഓക്കെ, ഹൈറ്റ് ഇസ് എ ട്രേറ്റ് ഓഫ് യുവർ ബോഡി ബേസിക്കലി, റൈറ്റ്? നിങ്ങൾ ടോൾ ആയിട്ടുള്ളവരുണ്ടാവും, ഷോർട്ട് ആയിട്ടുള്ളവരുണ്ടാവും, ഏകദേശം ആവറേജ് ഹൈറ്റിൽ വരുന്നവരൊക്കെ ഉണ്ടാവും. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ ജീൻ. സോ എനിവേ, if height is a trait of your body, ഈ ഹൈറ്റിനെ എൻകോഡ് ചെയ്ത ഒരു ജീൻ നിങ്ങളുടെ സെല്ലിനുള്ളിൽ കാണണല്ലോ. ആൻഡ് that gene can be present either as a capital T. നമ്മളിത് നമുക്ക് മനസ്സിലാൻ വേണ്ടിയാണ് ലെറ്റർ ഒക്കെ ഇട്ട് വിളിക്കുന്നത് കേട്ടോ. ജീനിന് നമ്മളൊരു പേരിട്ട് വിളിക്കുക. ക്യാപിറ്റൽ T എന്നൊരു ജീനും കാണാം, സ്മോൾ t എന്നൊരു ജീനും കാണാം. ക്യാപിറ്റൽ T ആണ് നിങ്ങൾ എക്സ്പ്രസ് ആവുന്നത്, you will be tall, and if small t is being expressed, you can be dwarf. ഇതിപ്പോ നിങ്ങളുടെ എക്സാക്ട് കേസ് അല്ല കേട്ടോ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഈ ജീനിൽ അലീൽ എന്താന്നാ പറയുന്നത്. സോ ഹൈറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ട്രേറ്റ് ആണെങ്കിൽ, ഇഫ് ഹൈറ്റ് ഇസ് എ ട്രേറ്റ് ഓഫ് യുവർ ബോഡി, ദാറ്റ് ക്യാരക്ടർ ക്യാൻ ബി എൻകോഡഡ് ഇൻ യുവർ ജീൻ. അത് നിങ്ങളുടെ ജീനിൽ കാണണമല്ലോ. ഹൈറ്റ് എന്ന് പറയുന്ന ക്യാരക്ടർ നിങ്ങളുടെ ജീനിൽ കാണണം. അത് ജീനിൽ ഇറ്റ് ക്യാൻ ബി പ്രസന്റ് ഐദർ ആസ് എ ക്യാപിറ്റൽ T ഓർ ഇറ്റ് ക്യാൻ ബി പ്രസന്റ് ആസ് എ സ്മോൾ t. ക്യാപിറ്റൽ T എക്സ്പ്രസ് ആവുന്ന ഒരു ടോൾ ആവും, സ്മോൾ t ആണ് എക്സ്പ്രസ് ആവുന്നെങ്കിൽ ദേ വുഡ് ബി ഡ്വാർഫ്. സോ എനിവേ, ഇത് ഡ്വാർഫിസത്തെ കുറിച്ചൊന്നും അല്ല പറയുന്ന, പൊക്കം ഉള്ളവരും പൊക്കം കുറഞ്ഞവരും, അത്രേ ഉള്ളൂ. ഒരു എക്സാമ്പിൾ ആണ്. സോ ഇവിടെ ഈ ടോൾ, ഡ്വാർഫ് എന്നുള്ളത് ജീൻസ് ആണ്. ആ ഒരു ജീനിന്റെ തന്നെ കോൺട്രാസ്റ്റിംഗ് പെയർസ് ആണ് ക്യാപിറ്റൽ Tയും സ്മോൾ tയും. So see, the genes which code for a pair of contrasting traits. Contrasting എന്ന് വെച്ചാൽ എന്താ? Contrasting. One is different from the other. Okay. ഒരു ട്രേറ്റ് മറ്റേതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. ടോൾ എന്ന് പറയുന്നത് ഒരു ട്രേറ്റ്, ടോളിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഡ്വാർഫ്. ഓക്കെ, സോ ഈ രണ്ട് അലീലും നിങ്ങളുടെ ബോഡിയിൽ കാണാം. ക്യാപിറ്റൽ Tയും സ്മോൾ tയും കാണാം. ഇവിടെ എക്സ്പ്രസ് ആവുന്നത് ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും. ദാറ്റ്സ് ഓൾ. സോ അലീൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സ് ആണ്. ഇവിടെ ക്യാപിറ്റൽ T ഒരു അലീലാണ്, സ്മോൾ t ഒരു അലീലാണ്. വിച്ച് ഇസ് ദ ട്രേറ്റ്? ദ ട്രേറ്റ് ഇസ് ഹൈറ്റ്. ദാറ്റ്സ് ഓൾ. ക്യാരക്ടർ ഹൈറ്റ് ആണ്. ആ ക്യാരക്ടർ എൻകോഡ് ചെയ്തിരിക്കുന്ന അലീൽസ് രണ്ട് ടൈപ്പ് കാണാം, വിച്ച് ഇസ് എക്സാക്ട്ലി ഓപ്പോസിറ്റ് ഓഫ് ഈച്ച് അതർ. വൺ ഇസ് ക്യാപിറ്റൽ T and the other one is small t. Okay, കിട്ടിയോ? കോൺസെപ്റ്റ് കിട്ടിയോ? സോ അലീൽസ് ആർ ബേസിക്കലി കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സ്. ഒരു ട്രേറ്റിന്റെ തന്നെ കോൺട്രാസ്റ്റുകളാണ് അലീൽസ്. അലീൽസ് ആർ ബേസിക്കലി ജീൻസ്. ജീൻസിനെ തന്നെയാണ് അലീൽസ് എന്ന് വിളിക്കുക. ഓക്കെ, കിട്ടിയോ? Yeah, our traits can be present as contrasting traits. Yes, നമ്മുടെ ബോഡിയിലുള്ള എല്ലാ ട്രേറ്റ്സിനും ഒരു കോൺട്രാസ്റ്റിംഗ് പെയർ നമ്മുടെ ബോഡിയിൽ കാണും.
but they all may not get expressed, right? Okay, so slightly different from forms of the same gene. ഒരു ജീനിന്റെ തന്നെ different forms ആണ് alleles. Alleles are basically the different forms of a same allele. Points കിട്ടുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. Okay, I'm moving on. So next term you need to study is genotype and phenotype. ഇത് കേട്ടിട്ടുണ്ടാവും, genotype and phenotype. Genotype is nothing. The genetic constitution of an organism is called its genotype. So നമ്മളുടെ ബോഡിയിലുള്ള എല്ലാ ജീൻസിനെയും കൂടെ കൂട്ടി വെച്ചാൽ നമുക്ക് നമ്മളുടെ ജീനോടൈപ്പ് ആണെന്ന് പറയാം. Okay, the genetic constitution of an organism can be called as its genotype. Plantsന് genotype ഉണ്ട്, humansന് genotype ഉണ്ട്, dogs have genotype, cats have genotype. Okay, every living organism has a genotype of its own. So what is genotype? The genetic constitution of an organism. And we can express it like height in the capital T express small t നമ്മൾ express capital T small t express. So these are various examples of genotype. കിട്ടുന്നുണ്ടോ? But at the same time the next one is phenotype. Phenotype is different from genotype. Phenotype is external or morphological appearance of an organism. നമുക്ക് പുറമേ കാണാൻ പറ്റുന്നത് എന്തോ അതാണ് phenotype. The morphology is what you can see on the outside. ഒരാളുടെ ഉള്ളിൽ കയറി നോക്കിയാലാണ് ജീനോടൈപ്പും കാര്യങ്ങളും ഒക്കെ അറിയാൻ പറ്റുള്ളൂ, റൈറ്റ്? We need certain devices for it. ഇതിന്റെ ജീൻ എവിടെ ഇരിക്കുന്നത്, അതെങ്ങനെയാ, ജീനിന്റെ സ്ട്രക്ചർ എന്താ, കാര്യങ്ങൾ എന്താന്നൊക്കെ അറിയാൻ we need various machines and devices for it. But phenotype പറയാൻ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. Okay, with a look you can say the phenotype of a person. അയാളുടെ ഹൈറ്റ് ഉള്ള ആളാണോ, അയാളുടെ സ്കിൻ കളർ എന്താണ്, അയാളുടെ ഐ കളർ എന്താണ്. സോ ദി എക്സ്റ്റേണൽ ആൻഡ് ഓർ മോർഫോളജിക്കൽ അപ്പിയറൻസ്, പുറമേ കാണുന്നത് എന്തോ, ദാറ്റ് ഈസ് ഫീനോടൈപ്പ്. സോ ക്യാപിറ്റൽ ടി ജീനോടൈപ്പ് ഉള്ളിലുള്ള ഒരാള് പുറത്ത് എങ്ങനെയായിരിക്കും, that person would be tall or that plant would be tall. Okay, so small t ഉള്ള ഒരാള് സ്മോൾ ആണ്. Okay, അവിടെ dominant traits ഒന്നുമില്ല. So that person can be short or dwarf. Okay, കിട്ടുന്നുണ്ടോ? Genetic composition is the genotype while the external or morphological appearance is phenotype. Is this concept clear? If it is clear, give me a thumbs up. If it is clear, give me a thumbs up. Otherwise, give me a thumbs down. Do something. Yeah, 1, 2. Okay. നിങ്ങൾ റിയാക്ട് ചെയ്യണല്ലേ? Okay, fine. Okay, so I hope you got it. Fine. Now another term നമ്മൾ ജനറ്റിക്സിലെ വേറൊരു ടേം ആണ് ഹോമോസൈഗസ് ആൻഡ് ഹെട്രോസൈഗസ്. ഈ ടേംസ് ഒക്കെ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യും പോകെ, അപ്പൊ ഇത് ആവശ്യം വരും, ഇപ്പൊ പഠിച്ചു വെച്ചോ. Okay, so homozygous and heterozygous, that's another term. Okay, let's see what it is. So നോക്കിക്കോ, first one is homozygous. Homo, you have heard homo everywhere, right? Unit ആയിട്ടുള്ള, യൂണിക് ആയിട്ടുള്ള, സിമിലർ ആയിട്ടുള്ള എന്നൊക്കെയാണ് അതിന്റെ മീനിങ്. സെയിം, right? Homo is same. So homozygous means similar gene pairs of two alleles of a gene pair will be similar gene pairs or two alleles of a gene pair will be similar. While heterozygous, hetero is different. Okay, homo is same, hetero is different. Homo solution, hetero solution, അതൊക്കെ നിങ്ങൾ കെമിസ്ട്രിയിൽ കണ്ടിട്ടുണ്ട് ഇല്ലേ? ഹോമോ സൊല്യൂഷൻ, ഹെറ്ററോ സൊല്യൂഷൻ ഒക്കെ കണ്ടിട്ടില്ലേ? പാർട്ടിക്കിൾസോ കൊളോയിഡ് സൊല്യൂഷൻ ഒക്കെ പഠിച്ചപ്പോൾ നിങ്ങൾ ഈ ടേംസ് കണ്ടിട്ടുണ്ടാവും. സെയിം സംഭവം തന്നെ. ഹെട്രോസൈഗസ് ഇസ് ഡിഫറെന്റ് ആൻഡ് ഹോമോ ഇസ് സിമിലർ. സംഭവം ഇത്രേ ഉള്ളൂ. ഇവിടെ നോക്കിയോ, ഇത് നമ്മുടെ ഒരു ക്രോമസോം ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, റൈറ്റ്? ഒരു ക്രോമസോം. സോ ഇൻ ദ ക്രോമസോം ലെറ്റ്സ് സീ, ഇവിടെ ഈ ഒരു പോർഷൻ നമ്മൾ ഹൈറ്റിന്റെ ജീനാ കാണിച്ചിരിക്കുന്നത്. ഹൈറ്റിനെ എൻകോഡ് ചെയ്യുന്ന ജീൻസിനെ കാണിച്ചിരിക്കുക. ഓക്കെ, സോ this gene can be encoded either as capital T small t, or it can be encoded as capital T or it can be encoded as small t. എന്തിനാ ഈ രണ്ടെണ്ണം വെച്ച് പറയുന്നത്? ജീന്റെ പേര് ഒറ്റയായിട്ട് പറഞ്ഞാൽ പോരെ, ജീൻ ടി എന്ന് പറഞ്ഞാൽ പോരെ, അല്ലെങ്കിൽ ജീൻ സ്മോൾ ടി അല്ലെങ്കിൽ ക്യാപിറ്റൽ ടി എന്ന് പറയാതെ എന്തിനാ ഈ രണ്ടെണ്ണം വെച്ച് പറയുന്നത്? ബിക്കോസ് ഒരു ജീനിന് തന്നെ രണ്ട് അലീൽ കാണും. ഓക്കെ, എ സിംഗിൾ ജീൻ ക്യാൻ ഹാവ് ടു അലീൽസ്, കോൺട്രാസ്റ്റിംഗ് പെയർസ് കാണാം. ഓക്കെ, സോ സംഭവം ഇത്രേ ഉള്ളൂ.
Heterozygous and homozygous is this. When we are talking about homozygous, both the alleles are similar. നോക്കിക്കോ, if you are writing capital T, രണ്ടും ഒരേ സാധനമല്ലേ, that is homozygous. If I am writing small t, രണ്ടും ഒന്നല്ലേ, രണ്ടും ഒരേ ജീനിന്റെ കാര്യമല്ലേ പറയുന്നത്, ഒരേ അലീൽസ് അല്ലേ പറയുന്നത്, so it is homozygous. ഇത് hetero ആവുന്നത് എപ്പോഴാ, ഡിഫറെന്റ് ആവുന്നത് എപ്പോഴാ, when I am writing capital T, small t, then it is heterozygous. നമ്മുടെ ജീൻ എന്തായി, it has become heterozygous. ഇനി definition ഒന്ന് നോക്കിക്കോ, homozygous. Let's see what homozygous is. Similar gene pairs, അത്രേ ഉള്ളൂ. Homozygous means similar gene pairs. If the gene pairs are similar, then you call it as homozygous condition. Okay? And heterozygous is different gene pairs. That is capital T, small t. If the gene pairs, if the alleles are different from each other, then you call it as heterozygous. Simple സാധനം, അത്രേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ അതില്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? Is it clear? If the concept is clear, give me a thumbs up or give a thumbs down if it's not clear. Do something. Yes, it's clear. It's clear to everyone. അതേ മിണ്ടാതിരിക്കുന്ന പൂച്ചകളുണ്ടോ ഇതിനകത്ത്? Allele is nothing but gene. ജീനിനെ തന്നെ നമ്മൾ പറയുന്ന പേരാണ് allele. Okay. ഒരു ജീനിന് തന്നെ രണ്ട് കോൺട്രാസ്റ്റിംഗ് പേഴ്സ് കാണുന്നു പറഞ്ഞില്ലേ? Here you see. ഇവിടെ നോക്കിക്കോ, ക്യാപിറ്റൽ ടി സ്മോൾ ടി ഇസ് എ ജീൻ. നമ്മുടെ DNA യിൽ ഇരിക്കുന്ന ഒരു ജീനിന് നമ്മൾ ഇടുന്ന പേരാണ് ക്യാപിറ്റൽ ടി സ്മോൾ ടി. എന്തിനുള്ള ജീനാണിത്? ഹൈറ്റിനെ എൻകോഡ് ചെയ്യുന്ന ജീനാണ്. ഇതിൽ അലീൽ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ടി ഒരു അലീലാണ്, സ്മോൾ ടി വേറൊരു അലീലാണ്. സോ കോൺട്രാസ്റ്റിംഗ് പെയർസ് ഓഫ് ദ സെയിം ജീൻ, ഒരു ജീനിന്റെ തന്നെ ഓപ്പോസിറ്റ് ക്യാരക്ടേഴ്സ് കാണിക്കുന്ന പെയറിനെയാണ് നമ്മൾ അതിന്റെ അലീൽസ് എന്ന് വിളിക്കുന്നത്. Okay, so capital T is one allele, small t is another allele. അത്രേ ഉള്ളൂ. What are alleles? Alleles are basically genes. അത്രേ ഉള്ളൂ, ജീൻസ് തന്നെയാണ്, പക്ഷെ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടർ കാണിക്കുന്ന ജീൻസ് ആയിരിക്കും. Okay, now yeah, here you can see homozygous is having two identical alleles of a particular gene or genes. ഒരു ജീനിന്റെ തന്നെ ഐഡന്റിക്കൽ അലീൽസ് ആയിരിക്കും. എക്സാമ്പിൾ ഒന്ന് കമന്റ് ചെയ്തേ. ഹോമോസൈഗസിന് എക്സാമ്പിൾ ഒന്ന് കമന്റ് ചെയ്തേ. ഹൈറ്റിന്റെ അലീൽ ഒന്ന് കാണിച്ചു തന്നെ. ഹോമോസൈഗസ് കണ്ടീഷനിലുള്ള ഹൈറ്റിന്റെ അലീൽ ഒന്ന് കമന്റ് ചെയ്തേ. ഹോമോസൈഗസ്, ഹോമോ, yes, having two identical alleles of a particular genes. പറയൂ. Yes, very good. Yeah, perfect. Okay. Homozygous എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ എന്താ? ക്യാപിറ്റൽ ടി ഓർ സ്മോൾ ടി. അത് ഹോമോ, രണ്ടും സെയിം. രണ്ട് അലീലും സെയിം. That's it. Heterozygous എക്സാമ്പിൾ ഇട്ടേ. Put it in the comment section. Heterozygous is having two different alleles of a particular gene. ഒരു ജീനിന്റെ two different alleles. Alleles are different. അതിന് ഹൈറ്റിന്റെ എക്സാമ്പിൾ ഇട്ടേ. Yes. Yeah. Capital T, small t or small t, capital T. Yeah. നമ്മൾ നോർമലി ജീൻ പറയുമ്പോൾ ക്യാപിറ്റൽ ആദ്യം പറയാ. സോ ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് നമ്മൾ പറയാ. ഓക്കെ, രണ്ടും സെയിം തന്നെ. യെസ്, പ്രീവിയസ് സ്ലൈഡ് കാണിക്കാം. ഓക്കെ, സോ ഹിയർ ഇറ്റ് ഈസ്. സ്ലൈഡ്സ് മിസ്സാവുന്നത് നമുക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം കേട്ടോ, അതിനുവേണ്ടി ഞാൻ ടൈം കളയുന്നില്ല. ഓക്കെ, and already we are going on YouTube live. You can go on to your YouTube channel, right? You can go and find it in your YouTube channel. So that's it, guys. So we have discussed what a genotype and a phenotype is. We have discussed what homozygous and heterozygous is. ഇപ്പോൾ നമ്മൾ കഥയിലേക്ക് വന്നിട്ടില്ല. നമ്മൾ കഥയുടെ ഇൻട്രൊഡക്ഷൻ ആണ് ഈ പറയുന്നത്. ഈ ഇൻട്രൊഡക്ഷൻ മനസ്സിലായില്ലെങ്കിൽ കഥ ഒന്നും ഇനി മനസ്സിലാവില്ല. Okay, so next heading is inherited traits and acquired traits. ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ ഡീറ്റെയിൽഡ് ഒന്നും പോകുന്നില്ല. സിമ്പിൾ ആയിട്ട് പറയാം, നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. യു ഓൾറെഡി നോ ദിസ് കോൺസെപ്റ്റ്. സിമ്പിൾ ആയിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക. ദ ടേബിൾ ഈസ് ഇനഫ്. യു വിൽ അണ്ടർസ്റ്റാൻഡ് എവറിഥിങ് ഫ്രം ഇറ്റ്. ഓക്കെ, സോ ഇൻഹെറിറ്റഡ് ട്രേറ്റ്സ് ആൻഡ് അക്വയർഡ് ട്രേറ്റ്സ്. അതൊന്നും വായിക്കാൻ പോവാതെ തന്നെ നിങ്ങൾക്ക് പറയാവോ? Can you tell me what an inherited trait and an acquired trait is?
ഇൻഹെറിറ്റ് ചെയ്ത് കിട്ടുന്ന ഒരു ക്യാരക്ടർ. ട്രേറ്റ് ഇസ് വാട്ട്? ട്രേറ്റ് ഇസ് എ ക്യാരക്ടർ, റൈറ്റ്? അത്രയല്ലേ ഉള്ളൂ ട്രേറ്റ് എന്ന് വെച്ചാൽ. സോ ഇൻഹെറിറ്റ് ചെയ്ത് കിട്ടുന്ന ക്യാരക്ടേഴ്സ് ഉണ്ട്, അക്വയർ ചെയ്തെടുക്കുന്ന ക്യാരക്ടേഴ്സും ഉണ്ട്. സോ ക്യാൻ യു ടെൽ മി ആൻ എക്സാമ്പിൾ ഫോർ ആൻ ഇൻഹെറിറ്റഡ് ട്രേറ്റ് which is not in the table? Yeah, can you give me an example for an inherited traits? നിങ്ങൾക്ക് നിങ്ങളുടെ പാരന്റിൽ നിന്നും ഇൻഹെറിറ്റ് ചെയ്ത് കിട്ടാവുന്ന ഒരു ട്രേറ്റ്. സ്കിൻ കളർ, വെരി ഗുഡ്, വെരി ഗുഡ്. ഐസ്, ഐ കളർ, യാ, ഐസ്, ഐ കളർ. ഹൈറ്റ്, then hair color. Okay, okay. What about the acquired trait? അക്വയർ ചെയ്ത്, അതായത് അക്വയർ ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾ ജനിച്ചു വന്നപ്പോൾ നിങ്ങളിൽ ഇല്ലായിരുന്നു ആൻഡ് യു അക്വയർ ഇറ്റ് ഡ്യൂറിങ് യുവർ ലൈഫ് ടൈം. അതാണ് അക്വയർ ചെയ്തെടുക്കുക എന്ന് വെച്ചാൽ നേടിയെടുക്കുക, ടു ഗെയിൻ ഇറ്റ് ഡ്യൂറിങ് യുവർ ലൈഫ് ടൈം. അതിനൊരു എക്സാമ്പിൾ പറയാമോ? യെസ്, ഡിസീസസ്, വെയിറ്റ് ലോസ്, ഓക്കെ, ബിഹേവിയറൽ ക്യാരക്ടേഴ്സ്, പ്രോപ്പർട്ടീസാ. അടിപൊളി. പപ്പയുടെ പ്രോപ്പർട്ടി നോക്കി ഇരിക്കുക അവിടെ, അപ്പൊ കിട്ടും. അക്വയർ ചെയ്തെടുക്കുന്ന ഡിസബിലിറ്റീസ്, യാ, ലൈക്ക് ഇൻബോൺ അല്ലാത്ത ഡിസബിലിറ്റീസ്. മാർക്സ് ഓൺ ബോഡി, സൗണ്ട് ചേഞ്ച്, ഓക്കെ, സംവാട്ട് ദാറ്റ്സ് ഓക്കെ. ആറ്റിറ്റ്യൂഡ്, ഓക്കെ. ഓക്കെ, സോ ബിഹേവിയറൽ പാറ്റേൺ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടും അക്വയർഡ് എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ബിഹേവിയർ പാറ്റേൺസ്, ബേസിക്കലി എവറി സ്പീഷീസ് ഹാസ് ദെയർ ഓൺ ബിഹേവിയറൽ പാറ്റേൺ ദാറ്റ് ഈസ് നോർമലി ഇൻ യുവർ ജീൻ. സോ എല്ലാ ബിഹേവിയറൽ പാറ്റേണും അക്വയർഡ് എന്ന് പറയാൻ പറ്റില്ല, ബട്ട് ദെയർ ആർ ബിഹേവിയേഴ്സ് ദാറ്റ് വി അക്വയർ ഡ്യൂറിങ് യുവർ ലൈഫ് ടൈം. യാ, അങ്ങനെയും പറയാം. ഫൈൻ. സോ സംഭവം നമുക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇൻഹെറിറ്റഡ് ട്രേറ്റ് ഇസ് ഇൻഹെറിറ്റഡ് ഫ്രം ദ പാരന്റ്സ്. Sorry. Okay. Here it is. The trait which is inherited from the parent to the offspring. Parents in the offspring like kaimari poruna characters, and this is due to genetic makeup of the progeny. ഇത് ഓൾറെഡി നമ്മുടെ ജീനിൽ എൻകോഡഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആയിരിക്കും. അങ്ങനെയുള്ളതാണ് പാരന്റിൽ നിന്ന് ഓഫ്സ്പ്രിംഗിലേക്ക് പോരുള്ളൂ. സോ എക്സാമ്പിൾ ഈസ്, നമ്മൾ ഫസ്റ്റ് വെൻ വി സോ ദി ഇൻട്രൊഡക്ഷൻ ഓഫ് ദ ചാപ്റ്റർ വി ഹാവ് ഓൾറെഡി സീൻ ദ ഇയർ ലോബ് അറ്റാച്ച്മെന്റ്, അല്ലേ? ദർ ആർ ഫ്രീ ഇയർ ലോബ്സ് ആൻഡ് ദർ ഇസ് അറ്റാച്ച്ഡ് ഇയർ ലോബ്സ്. നമ്മൾ കണ്ടില്ലായിരുന്നോ? സോ ആ ഇയർ ലോബിന്റെ ജനറ്റിക്സ് എങ്ങനെയാണോ അങ്ങനെ തന്നെ ആയിരിക്കും അത് ഓഫ്സ്പ്രിംഗ്സിലേക്ക് പോവുക. ദാറ്റ് ഇസ് ആൻ എക്സാമ്പിൾ ഫോർ ഇൻഹെറിറ്റഡ് ട്രേറ്റ്. ആൻഡ് ദെൻ കംസ് ദി അക്വയർഡ് ട്രേറ്റ് വിച്ച് cannot be transferred to the future generation. കാരണം എന്താണ്? ഇറ്റ് ഈസ് ഡ്യൂ ടു എൻവയോൺമെന്റൽ ചേഞ്ചസ്. അതായത് ജനറ്റിക് ചേഞ്ച് കാരണം ഉണ്ടാവുന്ന ക്യാരക്ടേഴ്സ് ആവില്ല അത്. ഇറ്റ് ഈസ് ഡ്യൂ ടു എൻവയോൺമെന്റൽ ചേഞ്ചസ്. നമ്മുടെ പുറത്തു നിന്ന് നമ്മൾ ജനിച്ച് നമ്മൾ ഇടപെടുന്ന എൻവയോൺമെന്റ് എങ്ങനെയാണോ, എൻവയോൺമെന്റ് നമുക്ക് തരുന്ന കുറച്ച് ക്യാരക്ടേഴ്സ് ആയിരിക്കും, അതിൽ നിന്ന് കിട്ടുന്ന ക്യാരക്ടേഴ്സ് ആയിരിക്കും. ആൻഡ് ദാറ്റ് cannot be transferred from the parent to the offspring. Okay, so reduction in your weight by starvation. നിങ്ങൾക്ക് ഫുഡ് കിട്ടാത്ത ഒരു കണ്ടീഷനിലാണ് നിങ്ങൾ വളരുന്നതെങ്കിൽ മേ ബി ഇപ്പൊ ഇരിക്കുന്ന ഷേപ്പ് സ്ട്രക്ചർ ഒന്നും ആവില്ല നിങ്ങൾക്ക് ഉണ്ടാവുക, അല്ലേ? അപ്പൊ നമ്മുടെ ബോഡിയുടെ സ്ട്രക്ചർ മാറും, ഷേപ്പ് മാറും, നമ്മുടെ മെറ്റബോളിസം മൊത്തത്തിൽ മാറും. സോ ദാറ്റ് ഈസ് എൻ എൻവയോൺമെന്റൽ സ്ട്രെസ്. ഓക്കെ, എ ചേഞ്ച് ഇൻ ദ എൻവയോൺമെന്റ് ഡിസൈഡ്സ് യുവർ ക്യാരക്ടർ. ദാറ്റ് ഈസ് എൻ അക്വയർഡ് ട്രേറ്റ്. സോ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കും. ഈ മാർക്ക് ഓൺ ബോഡി എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് അക്വയർഡിന് എക്സാമ്പിൾ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അത് കറക്റ്റ് ആണ് നിവേദിത. ഓക്കെ, ഓക്കെ, ഫൈൻ. സോ അത്രയൊക്കെയാണ് നമുക്ക് അതിന്റെ ഇൻട്രോ പോർഷനിൽ പറയാനുള്ളൂ. നൗ വി ആർ മൂവിങ് ഓൺ ടു ദി ഡീറ്റെയിൽസ് ഓഫ് അവർ ചാപ്റ്റർ ജനറ്റിക്സ്. ഐ തിങ്ക് ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം യു ആർ ഡീലിംഗ് വിത്ത് ജനറ്റിക്സ്, അല്ലേ? സിംഗിങ്, ഡാൻസിങ് ഒക്കെ നമുക്ക് യു ക്യാൻ സേ ദാറ്റ് മോസ്റ്റ് ഓഫ് us develop singing and dancing as a part of acquired traits. നമ്മളത് ലൈഫ് ടൈമിൽ പഠിച്ചെടുക്കുന്ന കാര്യങ്ങളായിട്ടും പറയാം. ബട്ട് there are people who already have the ability, അല്ലേ? നമ്മൾ പറയില്ലേ ജന്മന പാട്ടുകാരനാ, ജന്മന, ലൈക്ക് from the parents onwards or from in your genetics it's there. So നമ്മുടെ സ്കില്ലുകൾ നോർമലി നമ്മൾ അക്വയർഡ് ട്രേറ്റ്സ് ആയിട്ടാ പറയുക. ഓക്കെ, നോർമലി യു ക്യാൻ സേ ഇറ്റ് ആസ് ആൻ അക്വയർഡ് ട്രേറ്റ്. നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന സ്കില്ലുകൾ. ഫൈൻ. നിങ്ങൾ മസിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് ബിൽഡപ്പ് ചെയ്യുന്നത് എന്താ അത്? ഇഫ് യു ആർ ബിൽഡിംഗ് അപ്പ് യുവർ മസിൽസ്, യു ആർ വർക്കിംഗ് ഔട്ട് ഇൻ എ ജിം ആൻഡ് യു ആർ ബിൽഡിംഗ് അപ്പ് യുവർ ആബ്സ് ആൻഡ് ട്രൈസെപ്സ് ആൻഡ് ഓൾ. സോ ഇറ്റ് ക്യാൻ ബി സെഡ് ആസ് ആൻ എക്സാമ്പിൾ ഫോർ എന്താണത്? നിങ്ങൾ നിങ്ങളുടെ മസിൽ ബിൽഡപ്പ് ചെയ്തെടുക്കുന്ന എന്തിന് എക്സാമ്പിൾ? എങ്ങനത്തെ ട്രേറ്റ് അത്? അക്വയർഡ് ആണോ ഇൻഹെറിറ്റഡ് ആണോ?
Acquired ആണോ inherited ആണോ? Any comments? Yes, it is acquired. നിങ്ങൾ അത് acquire ചെയ്തെടുക്കുന്നത്. You're gaining your muscles, right? Yeah. So അതൊക്കെയാണ് acquired traits. I hope you got the point. Okay. So now let me move on to the depths of our chapter, that is rules for the inheritance of traits and mental's contribution. Let's see, നമുക്ക് ഇതൊക്കെയാണ് ഇനി കാണാനുള്ളത്. So when you're studying genetics, you should be knowing this person. He is Gregor Johann Mendel, who is known as the father of genetics. Okay, he is known as the father of genetics. He was born in 1822 and he has given a lot of contribution to the field of genetics. And Gregor Mendel ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു സ്പീഷീസ് പൈസം സെറ്റൈവം എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ പീ പ്ലാന്റ്സിലാണ്, ഗാർഡൻ പീ പ്ലാന്റ്. ഓക്കെ, നമ്മുടെ പയറ് ചെടി. Are you hearing genetics for the first time, guys? നിങ്ങൾ ആദ്യമായിട്ടാണോ ഈ ജനറ്റിക്സിലേക്കൊക്കെ ഇറങ്ങി വരുന്നതെന്നൊന്ന് പറഞ്ഞേ. ലൈക്ക് 8th-ലും 9th-ലും നമ്മൾ കാര്യമായി ജനറ്റിക്സ് ഡിസ്കസ് ചെയ്യുന്നില്ല, ബട്ട് ഹാവ് യു ഹേർഡ് ദീസ് ജനറ്റിക്സ്, ഹെറിഡിറ്റി എക്സെട്ര ബിഫോർ? അത് ഇത് ആദ്യമായിട്ടാണോ ഗ്രിഗർ ജോഹൻ മെൻഡലിനെ നിങ്ങൾ പരിചയപ്പെടുന്നത്? ഹൗ ഇസ് ഇറ്റ്, ആകാശ് സർ? Yes. No, you have heard it before? You have heard it before? So this is your first time? Okay, fine. So if it's your first time, you need to focus very clearly. Okay? Focus very clearly. Fine. So Mendel has worked on Pisum sativum, which is garden pea plant, and he has proposed principles or laws of inheritance. So laws of inheritance എല്ലാം propose ചെയ്തിട്ടുള്ളത് നമ്മളുടെ Mendel ആണ്. Okay, നമുക്ക് ഇതെല്ലാം പഠിക്കാനുള്ള laws ആണ്. There are 3 major laws that we need to study. And ആ laws ഒക്കെ പഠിക്കുന്നതിന് മുന്നേ നമുക്ക് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളൂടെ ഉണ്ട്. So let me give you an introduction to Gregor Johann Mendel. So Mendel used a number of contrasting visible characters of garden pea. Okay. So പയർ ചെടി ഗാർഡൻ പീയിലാണ് ഇദ്ദേഹം എക്സ്പെരിമെന്റ്സ് ഒക്കെ നടത്തിയത്. ആ എക്സ്പെരിമെന്റ്സിൽ നിന്ന് കിട്ടിയ റിസൾട്ട്സിലാണ് ഈ ലോസ് എല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, സോ why garden pea plant? Why garden pea plant as an example? എന്തിനാണ് ഗാർഡൻ പീ പ്ലാന്റ് എടുത്ത് പഠിച്ചതെന്നുള്ളത് it is a part of your NCERT. Why he studied garden pea plant? വേറെ എന്തെങ്കിലും ഒക്കെ പഠിക്കാൻ മേലായിരുന്നു. So reasons for choosing the pea plant for studying this inheritance is, one is availability and detectable contrasting characters. അതായത് pea plant contrasting character. What is contrasting? One is opposite of the other or one is completely different from the other. അങ്ങനെ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടർ പഠിക്കാൻ എളുപ്പമുള്ള ക്യാരക്ടേഴ്സ് പുറമെ കാണിക്കുന്ന ഒരു ചെടിയാണ് പീ പ്ലാന്റ്. അൺലൈക്ക് എനി അതർ പ്ലാന്റ്, പീ പ്ലാന്റ് is showing several contrasting characters. And then short lifespan of the plant. ലൈഫ്സ്പാൻ ആളുടെ കുറവാണ്, കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ ജനിച്ച് വളർന്ന് ചത്തുപോയിക്കോളൂ. സോ നമുക്ക് ഒരാളുടെ ലൈഫ് സ്പാൻ മൊത്തത്തിൽ പഠിക്കാൻ പീ പ്ലാന്റ് ഈസി ആയിരുന്നു. Okay, then self-fertilization and cross-fertilization can also be carried out. Pea plant is bisexual ആയതുകൊണ്ട് തന്നെ ഇതിൽ നമുക്ക് സെൽഫ് ഫെർട്ടിലൈസേഷനും ക്രോസ് ഫെർട്ടിലൈസേഷനും ഒക്കെ പഠിക്കാൻ ഈസി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആയിരുന്നു. Then large number of seeds can be produced. അതായത് ഒരു പീ പോഡിനുള്ളിൽ തന്നെ കുറെ സീഡ്സ് കാണില്ലേ, ഒരു പോഡിനുള്ളിൽ തന്നെ there are several seeds. So it was easy to produce several seeds at the same time. So these are certain characters which made Gregor Johann Mendel to select pea plant as an example or as a studying material. Okay, so you can note down the points note down ചെയ്തു വെച്ചോ. Fine, let me move on. Now you have to know which all characters he studied. Okay, so majorly 7 characters in pea plant were studied by Mendel, and you have to study all the characters and the contrasting traits. മനസ്സിലാവാത്ത പോയിന്റുകൾ നിങ്ങളൊന്ന് ബ്ലാങ്ക് ഇട്ടോ, നമ്മൾ ക്ലാസ് കഴിയുമ്പോൾ ഇന്ററാക്റ്റീവ് സെഷനിൽ ഞാൻ വൃത്തിയായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പം മനസ്സിലായവരെ നമ്മൾ ബോറടിപ്പിക്കണ്ടല്ലോ. ആ മനസ്സിലാവാത്ത പോയിന്റ് ഒന്ന് ബ്ലാങ്ക് ഇട്ടാൽ മതി, എന്നിട്ട് ചോദിച്ചാൽ മതി മാം ആ ഇന്ന പോയിന്റ് കിട്ടിയില്ല ഒന്നുകൂടെ പറയാൻ പറഞ്ഞു, ഐ എക്സ്പ്ലെയിൻ ഇറ്റ് ഡീസന്റ്ലി. ഇപ്പൊ നമ്മള് ഓൾറെഡി മനസ്സിലായവരെ ബോറടിപ്പിച്ച സമയങ്ങളുണ്ടല്ലോ. ഓക്കെ, പ്ലീസ് കീപ് ദാറ്റ് പോയിന്റ്, ഒരു ബ്ലാങ്ക് ഇട്ട് അവിടെ സ്റ്റാർ ഇട്ട് വെച്ചോ, ലാസ്റ്റ് എന്നോട് ചോദിച്ചാൽ മതി. ഓക്കെ, so 7 pairs of contrasting traits in pea plants were studied by Mendel.
But you have to study the characters and the contrasting traits. നോക്കിക്കോളൂ. First character is stem height. Stem height of the plant. Plant tall ആണോ dwarf ആണോ? So the contrasting character is tall or dwarf. ഉയരമുള്ളതാണോ ഉയരം കുറഞ്ഞ pea plant ആണോ? That's it. Second character is flower color. Color of the flower. Pea plant there can be two contrasting colors in flowers. One is violet and the other one is white. Contrasting അല്ലേ? കാണുമ്പോൾ തന്നെ നമുക്ക് രണ്ടാന്ന് തോന്നുന്ന സാധനമല്ലേ? അതാണ് contrasting traits pea plant കൂടുതലാണെന്ന് എന്ന് പറയുന്നത്. Then the third character is flower position. Position of the flower. It can be axial or terminal. ഞാൻ കാണിച്ചു തരാം. ഞാൻ അതിന്റെ പിക്ചേഴ്സ് കാണിച്ചു തരാം. ഒന്നുകിൽ ആ സ്റ്റെമ്മിനോട് ചേർന്ന് തന്നെ പൂ ഉണ്ടാവുന്ന ടൈപ്പ് ആവാം, ഇല്ലെങ്കിൽ സ്റ്റെമ്മിന്റെ അറ്റത്ത് മാത്രം പൂടുന്ന ടൈപ്പ്. അതാണ് ആക്സിയൽ ആൻഡ് ടെർമിനൽ. ഐ വിൽ ഷോ യു. Then the fourth one is pod shape. Pod shape. Adum I will show you the figure. It can be flat pods or it can be constricted pods. I will show you. And then pod color. It can be green or yellow. Then seed shape. Seed in the shape round agam. It can be wrinkled. Then seventh one is seed color. Seed color can be yellow or green. So the thing here is you have to know all the 7 characters and its contrasting traits. Okay. Chumma padichu vechu idu very 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 important nalla ഞാൻ പറയണേ. But you know it can be asked. There have been questions from this portion. Like ഇതില് കുറച്ച് characters വന്നിട്ട് like which is not studied by Mendel. എന്ന് ചോദിച്ചാൽ you should be knowing all the 7 characters. Okay. അപ്പോൾ പഠിച്ചത് ഇതൊക്കെയാണ്. ഫ്ലവറിൽ flower color and flower position. Pod shape and pod color. Seed shape and seed color. Or extra സാധനം എന്താ? Stem height. So you have to study. Let's see. ഇത് ഞാൻ ഒന്ന് കാണിച്ചു തരാം. നോക്കൂ. Seed, it can be rounded or wrinkled. Seed മനസ്സിലായല്ലോ, പയർ ചെടിയുടെ seed. Seed round ഷേപ്പിൽ ഇരിക്കുന്ന seed ഉണ്ടാവാം. ആ seed തന്നെ wrinkled means round അല്ല, പെർഫെക്റ്റ് റൗണ്ട് ആവില്ല, ഇങ്ങനെ ചുളുങ്ങി കൂടിയ റിങ്കിൾസ് വരിക എന്നൊക്കെ പറഞ്ഞാൽ ഫേസിൽ റിങ്കിൾസ് വരിക എന്ന് വെച്ചാൽ ചുളിവുകൾ, അതല്ലേ. സോ പെർഫെക്റ്റ് റൗണ്ട് ആവാതെ കുറച്ച് ഒടിഞ്ഞു നുറുങ്ങിയ പോലത്തെ ഷേപ്പ് ഇൻ ദ pea plant. Then second one is color of the seed. That is, it can be yellow colored or it can be green colored. Fine. And then pod color. Pod എന്താ സാധനം? Pod നമ്മുടെ പീ ഉണ്ടായി വരുന്ന പോർഷൻ അല്ലേ, ഇതിനുള്ളിലാണ് സീഡ് ഉള്ളത്, പോഡിനുള്ളിലാണ് സീഡ് ഉള്ളത്, റൈറ്റ്. സോ പോഡ് ക്യാൻ ബി കൺസ്ട്രിക്റ്റഡ് ഓർ ഇൻഫ്ലേറ്റഡ് എന്നാ പറഞ്ഞത്. അതായത് ഒന്നുകിൽ ഫുൾ ആയിട്ടിരിക്കുന്ന ഫ്ലാറ്റ് ആയിട്ടുള്ള ഫ്ലാറ്റ് ഷേപ്പിലുള്ള പോഡാവാം, ദാറ്റ് ഇസ് ഫുൾ, ഓർ ഇൻഫ്ലേറ്റഡ്. ഇൻഫ്ലേറ്റഡ് എന്നുള്ള ടേം ആണ് നമുക്ക് പഠിക്കേണ്ടത്. And the second one is it can be constricted. Constricted means here you can see ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വളവും തിരിവൊക്കെ വന്നിട്ടുള്ള ടൈപ്പ്, നോട്ട് ഫ്ലാറ്റ്. ഇറ്റ് ഇസ് നോട്ട് ഫ്ലാറ്റ്. Okay. Then there is pod color. Pod color can be yellow or green. Yellow or green. Then we have flower color. Flower color നമുക്ക് മനസ്സിലായി കാണും. It can be white flowers or violet or purple flowers. And then flower position. Flower position is, it can be axial or terminal, right? Axial or terminal. Here this is axial. Axial means അതിന്റെ ആക്സിസിൽ കൂടെ, here you can see ഈ സ്റ്റെമ്മിൽ കൂടെ ആയിരിക്കും ഫ്ലവർ ഉണ്ടാവുക, സ്റ്റെമ്മിൽ നിന്നായിരിക്കും ഫ്ലവർ വരിക, ദാറ്റ് ഈസ് ആക്സിയൽ. ദ സെക്കൻഡ് വൺ ഇസ് ടെർമിനൽ. ടെർമിനൽ എന്ന് വെച്ചാൽ എന്താ? അറ്റത്ത്, അറ്റ് ദ എൻഡ്സ്, സ്റ്റെമ്മിന്റെ അറ്റത്ത് മാത്രം കൂടുന്ന ടൈപ്പ്. സോ ആക്സിയൽ ഫ്ലവർ പൊസിഷൻ കാണാം, ടെർമിനൽ ഫ്ലവർ പൊസിഷൻ കാണാം. ഐ ഹോപ്പ് യു ഗോട്ട് ദ കോൺസെപ്റ്റ്. Okay. Then finally, yes, there can be tall pea plants or dwarf pea plants. ഇത്രയും കിട്ടിയോ? എവിടെ എല്ലാരും ഉണ്ടോ അവിടെ? ഹലോ, are you there? ജോസൂട്ടി ഒന്ന് അഡ്മിറ്റ് ചെയ്തേ സർ. Yes, ma'am. Josuti, which are the 7 characters studied by Mendel? Sir, do we have a list? Stem height, seed color, pod color, seed shape. ആ ബുക്കിലേക്ക് പോകാതെ ഒന്ന് പറഞ്ഞു നോക്കിക്കേ, എന്തിനാണെങ്കിൽ താഴേക്ക് പോകുന്നേ. Look at me. Stem height, seed color, pod color. അങ്ങനെ പറയാതെ. Stem height. Okay.
Then ഫ്ലവറിൽ എന്തൊക്കെയാ പഠിച്ചേ? ഫ്ലവർ കളറും പഠിച്ചു. ഫ്ലവറിന്റെ കളറും പൊസിഷൻ. ഫ്ലവർ പൊസിഷൻ ആക്സിയൽ ആണോ ടെർമിനൽ ആണോ? വാട്ട് അബൌട്ട് സീഡ്? സീഡ് കളർ ആൻഡ് സീഡ് ഷേപ്പ്. ഇനി രണ്ടെണ്ണം കൂടെ ഉണ്ട്. അതെന്താ? പോഡ്. പോഡിൽ എന്താ? പോഡ് കളർ ആൻഡ് പോഡ് ഷേപ്പ്. കഴിഞ്ഞില്ലേ? സിമ്പിൾ, വെരി സിമ്പിൾ. ശരി എന്നാ, താങ്ക് യു. ഇനി ആരാളുള്ള? ഒരാളുടെ ക്വസ്റ്റ്യൻ ചോദിച്ചോ. ആരാണ്? ക്വസ്റ്റ്യൻസ് ഇങ്ങനെ പുറകെ വന്നോണ്ടിരിക്കും. പറയാത്ത ക്വസ്റ്റ്യൻസിനെല്ലാം നല്ല പണിഷ്മെന്റ് ഞാൻ തരും കേട്ടോ. ശ്രദ്ധിച്ചിരുന്നോ? ഞാൻ പറഞ്ഞിട്ടുണ്ട്, ക്ലാസ് ഫോക്കസ് ചെയ്തിരുന്നോളൂ. നിങ്ങൾ ചില്ല് ചെയ്ത് വാട്ടർ ഒക്കെ കുടിച്ച് സ്നാക്സ് ഒക്കെ കഴിച്ചിരുന്നോ, നോ പ്രോബ്ലം. ബട്ട് യു ഹാവ് ടു ലിസൺ ദ ക്ലാസ്. ആരാ ഇനി ക്വസ്റ്റ്യൻ? ആൻ അല്ലേ? ആനോട് എന്താ ചോദിക്കണ്ടേ? ആൻ ഒട്ടും മനസ്സിലാവാത്ത പോർഷൻ ഏതാ? ആൻ ഹായ്. ആൻ എവിടെ? ഒരു ഹായ് പറയും. ഹായ്, ഹലോ, ഗിവ് എ ഹായ്. ഓക്കെ. മസിൽ പിടിച്ചിരിക്കണോ? ഞാനൊന്നും ചെയ്യില്ല. വെറുതെ പേടിപ്പിക്കുന്ന ക്വസ്റ്റ്യൻ ചോദിക്കുന്നൊക്കെ പറഞ്ഞു. ഇതൊരു ടൈം പാസിന് ചോദിക്കുന്നല്ലേ. പറയൂ. ഏതാ ഒട്ടും മനസ്സിലാവാത്തെന്ന് പഠിപ്പിച്ചിട്ട്? എല്ലാം മനസ്സിലായി. എന്നാ പിന്നെ എളുപ്പമല്ലോ. Then tell me what is homozygous and heterozygous? Homozygous, it has the same alleles. When the alleles are same, okay, it is homozygous. Example? Example? Example, capital T and capital T. Very good. What about heterozygous? Heterozygous, it has different pairs of alleles. Different pairs of alleles. Example? Capital T, small t. Yeah, perfect. Thank you. Okay, you are released. അടുത്ത ആളെ വിളി. ആരാണ് ഇന്നത്തെ നെക്സ്റ്റ് ഏരാ? ഹിബ. ഹലോ ഹിബ. ഹായ്, ഹലോ. Yes, ma'am. ഞാൻ എന്താ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? എന്ത് വേണേ ചോദിച്ചു. എനിക്ക് ഇങ്ങനെ വേണം പിള്ളേരെ. മാം എന്ത് വേണമെങ്കിൽ ചോദിച്ചു, ഞാൻ ഇന്ന് ഉത്തരം പറഞ്ഞിട്ട് പോകും. എന്താ പിടിച്ചോ? എനിക്ക് അങ്ങനെ മനസ്സിലായേ. ആ ടോൺ അങ്ങനെയായിരുന്നു. അങ്ങനെയല്ലേ ചോദിച്ചേ? എന്ത് വേണേ ചോദിച്ചു, അങ്ങനെയല്ലേ ചോദിച്ചോ സർ? ഓക്കെ, സോ ക്വസ്റ്റ്യൻ ഇതാ. Which are the contrasting traits in a seed color? Purple or white? അത് ശരി, സീഡ് കളറാണ്. പർപ്പിൾ സീഡ് എവിടെയാ കിട്ടണേന്ന് എനിക്ക് ഇന്നറിയണം. പയറ് ചെടിക്ക് പർപ്പിൾ കളറുള്ള പയറ് ചെടിയുടെ സീഡ്. യെല്ലോ ഓർ ഗ്രീൻ. ഒന്ന് ആലോചിക്കുക, രാവിലെ പയറുണ്ടാക്കി വെക്കുമ്പോൾ പർപ്പിൾ പയർ. പുട്ടും പർപ്പിൾ പയറും കൊള്ളാം. ഓക്കെ, ഇറ്റ്സ് യെല്ലോ ഓർ ഗ്രീൻ കളർ. ഫൈൻ. ഇനി ആരാ ഭാഗ്യവാൻ? അടുത്ത പേര് പറയൂ സർ. സർ നൗഹിൻ. Naomi. It's Naomi, I think. Yes, dear. How are you? Fine. എവിടുന്നാ ക്വസ്റ്റ്യൻ ചോദിക്കണ്ടേ? You have plenty of topics. ഏതിന്നാ ചോദിക്കണ്ടേ? You can ask her while you're... That's the confidence. I love it. Okay. So tell me, what is this? എന്താ ചോദിക്കണ്ടേ? എനിക്ക് ക്വസ്റ്റ്യൻ ഇല്ലേ? Okay. So what is the difference between a genotype and a phenotype? Genotype is Yeah. like where the gene is like. Phenotype is the Gene എന്ന് മിണ്ടേ ചെയ്യരുത്. Don't talk about gene when we are talking about phenotype. Phenotype is metamorphical appearance of the person, but the genotype is the genetic organization of the... I know you got the point. It is morphological. Okay. So phenotype is the external or morphological appearance of an organism,
while genotype is the genetic constitution of the organism. Perfect, that's it. Yeah, thank you. ഇനി ആരുള്ള എന്നോട് ചലഞ്ച് ചെയ്യാൻ? റിഹാൻ. എവിടെ റിഹാനെ കണ്ടിട്ട് കുറെ നാളായല്ലോ. റിഹാൻ, how are you? പേടിയുണ്ടോ? പിന്നെന്തെങ്കിലും മസിൽ പിടിച്ചിരിക്കുന്നേ? ഇല്ല, മസിലൊന്നുമില്ല. ഓക്കെ, മസിൽ ഇല്ലെങ്കിൽ ടെൽ മീ വിച്ച് ഇസ് can you give me an example for an acquired trait? പെട്ട് example for acquired trait is ഇപ്പൊ ശരിയാക്കി തരാം. sorry ma'am, I don't know. Don't say sorry. What about inherited traits? I'm inherited. താഴെ പോണ്ട പൊക്കത്ത് വാ. ഇൻഹെറിറ്റഡ് ട്രേറ്റ്സ് എന്നെ നോക്കൂ. I don't know. What happened? ഇൻഹെറിറ്റ് ചെയ്യുന്ന ട്രേറ്റ് എന്ന് വെച്ചാൽ എന്താ? പറഞ്ഞു നോക്കിയേ. ഇൻഹെറിറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? എവിടെ നിന്ന് ഇത് കിട്ടണേ? കടയിൽ കിട്ടുവോ? ഇല്ല, കടയിൽ കിട്ടില്ല. ആര് തന്നെ ഇത് ഇൻഹെറിറ്റ് ചെയ്ത് കിട്ടണമെങ്കിൽ ആര് തരണം ഈ ട്രേറ്റ്? റിഹാൻ ഒരു ഫ്രം ദി ഔട്ട്സൈഡാ. അത് ശരി, ഒന്നുകൂടെ ആലോചിച്ച് നോക്കി. ഇൻഹെറിറ്റ് ചെയ്ത് കിട്ടുന്ന ക്യാരക്ടർ എന്ന് വെച്ചാൽ, ഇൻഹെറിറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? അതാദ്യം പറഞ്ഞു. വാട്ട് ഈസ് ഇൻഹെറിറ്റൻസ്? പ്രശ്നമായിന്നാ തോന്നണേ. പ്രശ്നമായോ? It's not fine, it's not study. Okay, then you can study. Okay, you can study, no problem. ഇനി നമുക്ക് എത്ര പേരുണ്ട്? ആരുള്ളേ? ഓക്കെ, നമുക്ക് എന്നാ പഠിപ്പിച്ചിട്ട് ഇനി ചോദിക്കാം അല്ലേ? സോ ഐ വിൽ ഗോ ഓൺ. റിഹാൻ പഠിച്ച് അങ്ങ് പോവല്ലേ, അവിടെ കാണണേ. ദ മെയിൻ സാധനം പഠിപ്പിക്കാൻ പോവാ, ശ്രദ്ധിച്ചോ. So here it is. Now we are going to study the inheritance of one gene. That is, we are going to discuss this monohybrid cross here. Okay. നിങ്ങൾക്ക് ടേംസ് ഒക്കെ പുതിയതാണെന്ന് എനിക്കറിയാം. ഞാൻ ഇതിങ്ങനെ പറഞ്ഞ് കേട്ട് നിങ്ങൾക്ക് ഇത് ഫെമിലിയർ ആവുള്ളൂ. ദാറ്റ്സ് ഫൈൻ, ഡോണ്ട് സ്ട്രെസ് ഓവർ ഇറ്റ്. ഇൻഹെറിറ്റൻസ് ഓഫ് വൺ ജീൻ, ഒരു ജീന്റെ കാര്യം നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് സീ ഇത് എത്രമാത്രം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, so monohybrid cross, we have to study monohybrid cross and dihybrid cross. So if possible നമുക്ക് ഡൈഹൈബ്രിഡ് ക്രോസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ മോണോഹൈബ്രിഡ് നിങ്ങൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് പഠിച്ചാൽ ഡൈഹൈബ്രിഡ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. സോ സ്റ്റേ ഫോക്കസ്ഡ്. പെന്നും പെൻസിലും ഒക്കെ താഴെ വെച്ചിട്ട് ഇവിടെ തന്നെ നോക്കിക്കോ. നോട്ട്സ് എഴുതിയില്ലെങ്കിൽ എനിക്ക് പ്രശ്നമില്ല. യു ക്യാൻ ടേക്ക് ദ സ്ക്രീൻഷോട്ട്സ്, നോ ഇഷ്യൂസ്. ഓക്കെ, ഓക്കെ. സോ monohybrid cross, mono means one. Okay, mono means one. That is, we are talking about the inheritance of single gene, one gene. Okay, so genetic cross to study the inheritance of a single trait or gene is called monohybrid cross. Okay, what is monohybrid cross? Not എഴുതിയില്ലെങ്കിലും എനിക്ക് പ്രശ്നമില്ല. I want you to listen in the class properly. This is the first time you are listening to all these terms. Okay, so please listen properly. Okay, genetic cross to study the inheritance of a single trait or gene. ഒറ്റ ട്രേറ്റ്, ഒരു ക്യാരക്ടർ. വാട്ട് ഈസ് ട്രേറ്റ്? ഞാൻ പിന്നെയും പറയുന്നു, ട്രേറ്റ് ഈസ് ക്യാരക്ടർ, ദാറ്റ്സ് ഓൾ. ഓക്കെ, സോ ഒരു സിംഗിൾ ട്രേറ്റ് പഠിക്കുന്ന പരിപാടിയാണ് മോണോഹൈബ്രിഡ് ക്രോസ്. ഹിയർ എക്സാമ്പിൾ ഈസ് ക്രോസ് ബിറ്റ്വീൻ ക്യാപിറ്റൽ T ആൻഡ് സ്മോൾ t. അതെങ്ങനെ ശരിയാവുക? ഞാൻ പറഞ്ഞു monohybrid cross is the cross to study inheritance of a single trait. ഒരു ട്രേറ്റ് പഠിക്കാനുള്ള പരിപാടിയാണ് മോണോഹൈബ്രിഡ് ക്രോസ് എന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് എക്സാമ്പിളിൽ ഞാൻ പറയാം ദാറ്റ് ഈസ് ദ ക്രോസ് ബിറ്റ്വീൻ ക്യാപിറ്റൽ T ആൻഡ് സ്മോൾ t. അപ്പൊ രണ്ട് ട്രേറ്റ് ആയില്ലേ? അങ്ങനെ ശരിയാവുക? അത് ശരിയാവോ? രണ്ട് ട്രേറ്റ് ആയോ? ഹു ഈസ് ഗോയിങ് ടു ടെൽ മീ? ആരുള്ളേ? ക്യാപിറ്റൽ T ആൻഡ് സ്മോൾ t. അത് രണ്ട് ട്രേറ്റ് ആണോ ഒരു ട്രേറ്റ് ആണോ? No, I wanted to talk, not in the comments. Who is that? Hazim is ready. പറയ് ഹസീമേ, പറഞ്ഞു കൊടുക്ക്. എന്തത് ഇൻട്രൊഡക്ഷൻ ആണോ?
Hi. Parayyu. Here we are choosing high. Even it is the only trait that we choose. Which is the trait chosen here? Which is the trait? Height. Very Tall. good. Very good. The trait or the gene we are selecting here is basically height. Height എന്ന് പറയുന്ന ഒരു ഒറ്റ trait നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളൂ, right? So we are studying a single gene. Okay. അപ്പോൾ ഈ capital T small t പിന്നെ ആരാ? അതാരപ്പോ? Unmute. ആരാത്? They're just tall and dwarf. അത്രേ ഉള്ളൂ. ഹൈറ്റ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിന്റെ രണ്ട് അലീൽസ് അല്ലേ, രണ്ട് വേരിയേഷൻസ്. രണ്ട് അലീൽസ് എന്ന് പറഞ്ഞാൽ തെറ്റിപ്പോ, രണ്ട് വേരിയേഷൻസ് അല്ലേ. വൺ ഇസ് ടോൾ, വൺ ഇസ് ഡ്വാർഫ്. അത്രേ ഉള്ളൂ. സിമ്പിൾ. സോ ഹിയർ ഇൻ ദ താങ്ക് യു ഹസി. സോ ഹിയർ വി ആർ സ്റ്റഡിയിങ് a monohybrid cross, that is a cross between single trait. A single trait is studied here. നോക്കിക്കോ, there are two steps to study this. ഇത് പഠിക്കാൻ വേണ്ടി രണ്ട് സ്റ്റെപ്പ് ഉണ്ട്. First step is cross pollination and second step is self pollination. Okay, so there are two steps to study this cross. First step is cross pollination and second step is self pollination. Cross pollination നമ്മൾ ഇത്രേ ചെയ്യുള്ളൂ. We are talking about the pea plants. Okay, നമ്മൾ മെന്റൽ ചെയ്ത എക്സ്പെരിമെന്റിനെ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സോ മെന്റൽ ചെയ്തത് എന്താണെന്നാണ് ഞാൻ പറയുന്നത്. വി ആർ ഡൂയിങ് ഞാൻ പറഞ്ഞാലും ആക്ച്വലി മെന്റൽ ഡിഡ് ദിസ് എക്സ്പെരിമെന്റ്. ഓക്കെ, സോ the first step, cross pollination. A cross is done between ആരൊക്കെ തമ്മിലാ ക്രോസ് ചെയ്തേന്ന് നോക്കിക്കോളൂ. ആരൊക്കെ തമ്മിലാ? capital T is crossed with small t. മനസ്സിലായോ? രണ്ട് ടൈപ്പ് പീ പ്ലാന്റിനെ എടുത്തു. എങ്ങനത്തെ പീ പ്ലാന്റാ? വൺ ഇസ് ഹാവിംഗ് ദ ജീൻ ക്യാപിറ്റൽ ടി. ആ പീ പ്ലാന്റിനുള്ളിൽ ക്യാപിറ്റൽ ടി ഉള്ളതെന്ന് ഞാൻ എങ്ങനെ അറിയും? ഒരു പീ പ്ലാന്റിനുള്ളിൽ ക്യാപിറ്റൽ ടി ഉള്ളതെന്ന് ഞാൻ എങ്ങനെ അറിയും? ഹു ഇസ് ഗോയിങ് ടു ടെൽ മീ? ഗിവ് എ ഹാൻഡ് റൈസ്. കമന്റ്സിൽ നിങ്ങൾ ഇടുന്നുണ്ടേ കണ്ട. ആരെ പറയാൻ പോണ? ഐ വാണ്ട് സമൺ ടു ടോക്ക്. പറയൂ. ഹസീം മാത്രമേ ഉള്ളൂ ഇവിടെ വന്നിട്ടും പോയിട്ടും. എന്നാ ഞാൻ പിടിക്കാം. ചൂസ് ചെയ്തോ സർ? ഹു ഇസ് ദാറ്റ്? ശിവപ്രിയ. പിന്നല്ല, ശിവപ്രിയ എവിടെയായിരുന്നു ഇത്ര നേരം? ഇത്രേ ഉള്ളൂ. മൈ ക്വസ്റ്റൻ ഇസ്, എനിക്ക് രണ്ടേ രണ്ട് കാര്യമുള്ളൂ. ക്യാപിറ്റൽ ടി ഈസ് ക്രോസ്ഡ് വിത്ത് സ്മോൾ ടി എന്ന് ഞാൻ പറഞ്ഞു. പീ പ്ലാന്റിനകത്ത് ക്യാപിറ്റൽ ടി ഉള്ളതെന്ന് ഞാൻ എങ്ങനെ അറിയും? ഒരു പീ പ്ലാന്റിനെ എടുത്തിട്ട് പീ പ്ലാന്റിനോട് ചോദിക്കാൻ പറ്റുമോ ക്യാപിറ്റൽ ടി ആണോ ഉള്ളിലുള്ളതെന്ന്? ഇത് എങ്ങനെ നമുക്ക് അറിയാൻ പറ്റും? ചോദിക്കണം. അങ്ങനെയല്ല. എങ്ങനെയായിരിക്കും? യൂസ് യുവർ കോമൺ സെൻസ് ഉപയോഗിച്ചു. അടുത്തയാൾ വിളിച്ചു സർ, ഹാൻഡ് റൈസ് ചെയ്യാത്തവരെ വിളിച്ചു, വെറുതെ ഇരിക്കുന്നവരെ വിളിച്ചു. ഒരു പീ പ്ലാന്റ് ക്യാപിറ്റൽ ടി ആണോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും? കോമൺ സെൻസ് ഉള്ള ആരും ഇല്ല ഇവിടെ? അതാരാ? അബി ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തിട്ട് അങ്ങോട്ട് ഓടിയേ. അബി, ഹു ഇസ് ദാറ്റ്? നന്ദന പറയൂ. നന്ദന, ഒരു പീ പ്ലാന്റിനുള്ളിൽ ക്യാപിറ്റൽ ടി ആണോ എന്നത് എങ്ങനെ അറിയാൻ പറ്റും? നമ്മളൊരു പ്ലാന്റ് നോക്കുമ്പോൾ ഇഫ് ഇറ്റ് ഈസ് ഹാവിംഗ് എ ഗുഡ് ഹൈറ്റ്, അത് നമുക്ക് ക്യാപിറ്റൽ ടി ആയിട്ട് എടുക്കാം. ഇപ്പൊ അത് ഷോർട്ട് അല്ലെങ്കിൽ ഗ്രാഫ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്മോൾ ടി ആയിട്ട് എടുക്കാം. താങ്ക് യു സോ മച്ച്. യെസ്, ദാറ്റ്സ് എ പെർഫെക്റ്റ് ആൻസർ. അത്രേ ഉള്ളൂ. ഒരു പീ പ്ലാന്റിനെ എടുത്തിട്ട് വെറുതെ നോക്കുക. അതിന്റെ ഹൈറ്റ് ഉള്ള പ്ലാന്റ് ആണെങ്കിൽ ഇറ്റ് ഈസ് ഹാവിംഗ് ദ ജീൻ ക്യാപിറ്റൽ ടി ഇൻസൈഡ് ഇറ്റ്. അതിന്റെ ജീനോടൈപ്പ് നമുക്ക് അറിയാൻ പറ്റില്ല, വഴിയൊന്നുമില്ല. തുറന്നു നോക്കി അറിയാൻ പറ്റുമോ? പയറ് പൊളിച്ചു നോക്കി അറിയാൻ പറ്റുമോ ക്യാപിറ്റൽ ടി ഉണ്ടെന്ന്? ഇല്ല. എന്ത് നോക്കിയാൽ മതി? വെറുതെ പയർ ചെടീനെ നോക്കുക. ആൻഡ് ബൈ ദി മോർഫോളജിക്കൽ അപ്പിയറൻസ്, ബൈ ദി എക്സ്റ്റേണൽ അപ്പിയറൻസ് യു ക്യാൻ സേ വെദർ ദ പീ പ്ലാന്റ് ഇസ് ടോൾ ഓർ ഡ്വാർഫ്. അത്രേ ഉള്ളൂ. ഓക്കെ, കോമൺ സെൻസ് പോട്ടെ. Now the first step is cross pollination. നമ്മൾ എന്ത് ചെയ്യുന്നു? We are crossing two types of pea plant. We have to cross a tall pea plant and a dwarf pea plant. കിട്ടിയെന്ന് വിചാരിക്കുന്നു. What are we doing in the second step? In the second step we are self pollinating. Okay, ഈ cross pollination റിസൾട്ട് ആയിട്ട് we get a capital T small t baby. Okay, ഹൈറ്റ് ഉള്ള പ്ലാന്റിനെയും ഹൈറ്റ് ഇല്ലാത്ത പ്ലാന്റിനെയും തമ്മിൽ ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പീ പ്ലാന്റിന്റെ ജീനോടൈപ്പ് ഇതായിരിക്കും.
ക്യാപിറ്റൽ ടി സ്മോൾ ടി ആയിരിക്കും. അതെന്താ നമുക്ക് കാണാം പോകെ പോകെ, ഇപ്പൊ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. And this small t is self-pollinated in the second stage. First stage നിന്ന് കിട്ടുന്ന baby pea plants നെ എടുത്ത് നമ്മൾ എന്ത് ചെയ്യും? Self pollinate ചെയ്യും. We are crossing capital T small t with another capital T small t. അതാണ് self pollination. So first step എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക, ബാക്കി ഞാൻ കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് കിട്ടിക്കോളും. So which are the steps? In the first step we are cross pollinating. Cross pollinating who and who? Cross pollinating a capital T pea plant and small t pea plant, right? Yes, Fatima. And in the second step we are self pollinating. Self pollinating who? We are self pollinating capital T small t. Self ആയതുകൊണ്ട് തന്നെ രണ്ടുപേരും ഒന്നായിരിക്കും, രണ്ട് പീ പ്ലാന്റും ഒരേ ജീനോടൈപ്പ് ഉള്ളവരായിരിക്കും. ഇതാണ് സ്റ്റെപ്പ്. നമുക്ക് പഠിക്കേണ്ടത് ഇതിന്റെ റിസൾട്ട് ആണ്. ഇതിങ്ങനെ പോളിനേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട് ആണ് നമുക്ക് പഠിക്കേണ്ടത്. ഓക്കെ, so did you get the step? ഈ സ്റ്റെപ്പ് ആരാ എനിക്കൊന്ന് പറഞ്ഞു തരാൻ പോണേ? So do we have someone left? Yeah, who is it? റിഹാൻ. റിഹാൻ ഒന്ന് മുങ്ങിയതാണല്ലോ, ക്യാമറ ഓഫ് ചെയ്ത് പോയോ? റിഹാൻ ഇവിടെ വരുമോ? കം ബാക്ക്, കം ബാക്ക് റിഹാൻ, കം ബാക്ക്. യെസ്, റിഹാൻ പിന്നെ വന്നിരിക്കുന്നു. റിഹാൻ പേടിയുണ്ടോ? ഓക്കെ, എന്നാ പറ, which are the steps of monohybrid crossing? First of all, monohybrid is a genetic cross between inheritance of a single trait or gene. Okay. And step 1 is cross pollination between capital T and small t. ഒന്നോടെ no. Cross pollination between capital T. Capital T. Capital T and small t and small t. Small t. Okay. Step 2 is self pollination. Then the second step is self pollination between capital T and small t and capital T and small t. Capital T small t. Capital T ഇടയ്ക്ക് രണ്ട് പറയണ്ട, അത് നമ്മൾ ഒരുമിച്ചാ പറയാ. Capital T small t and capital T small t. Very simple. Thank you. So ഇപ്പൊ ഈ പറഞ്ഞ സാധനം നമുക്കൊന്ന് ആനിമേഷനിൽ കാണുമ്പോൾ you will get the point. So let's see how this is crossed. We need the result. ശ്രദ്ധിച്ചിരുന്നോണം. ഇവിടെ നോക്കിക്കോ. So the first one, Punnett square one. Yeah. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നന്നാവുന്ന പിള്ളേരാ, എനിക്കറിയാം. So here it is. നോക്കിക്കോ. So we have a tall, suppose ഇത് പോണേ. So we have a tall plant and we have a dwarf plant. Okay. So tall pea plants നമ്മൾ എന്തെന്നിട്ട് വിളിക്കുന്നു? Capital T is crossed with small t. നമ്മൾ step 1 ആ ചെയ്യുന്ന cross pollination. Okay. So we are crossing them. Here it is. നോക്കിക്കോ. ഒന്ന് പോസ് ചെയ്തത്. ഇപ്പൊ ഈ കാണിച്ചിരിക്കുന്ന ഈ ഒരു സ്ക്വയർ ഉണ്ടല്ലോ, this is called Punnett square. Okay. Punnett. Okay. Punnett square എന്ന് വെച്ചിട്ടുണ്ട് ഒന്നുമില്ല, നമ്മൾ ഈ ജനറ്റിക്സ് പഠിക്കുമ്പോൾ ഇതുപോലുള്ള ക്രോസിംഗ് ഒക്കെ നടത്താൻ എളുപ്പത്തിന് വേണ്ടി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സാധനമാണ് ഈ Punnett square. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് ഫസ്റ്റ് റോയിൽ കാണുന്നതെല്ലാം അവിടെ കണ്ടോ? ഫസ്റ്റ് റോയുടെ ഫസ്റ്റ് കോളത്തിൽ കണ്ടോ മെയിലും ഫീമെയിലും ഉണ്ട്. ഫസ്റ്റ് റോയുടെ ഫസ്റ്റ് കോളത്തിൽ there is male and female. അതായത് ഫസ്റ്റ് റോ കാണിച്ചിരിക്കുന്നത് മെയിലിന്റെ ഗമീറ്റ്സിനെ കാണിക്കാനും ഫസ്റ്റ് കോളം കാണിച്ചിരിക്കുന്നത് ഫീമെയിൽസിന്റെ ഗമീറ്റ്സിനെ കാണിക്കാനാണ്. അത്രേ ഉള്ളൂ. ജസ്റ്റ് നമുക്ക് ക്രോസ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സ്ട്രക്ചർ, ഒരു രൂപം. ദാറ്റ്സ് ഓൾ. ഇറ്റ്സ് കോൾഡ് Punnett square. ഓക്കെ, സോ നമ്മൾ അങ്ങനെ ടോളിനെയും ഡ്വാർഫിനെയും തമ്മിൽ ക്രോസ് ചെയ്യുന്നു. സോ ഇവരുടെ ഗമീറ്റ്സ് എങ്ങനെയായിരിക്കും? പീ പ്ലാന്റിനെയാണ് നമ്മൾ ക്രോസ് ചെയ്യുന്നത്. ഓക്കെ, പാരന്റ്സ് ആർ ക്രോസ്ഡ്. പാരന്റ്സ് ഹാവിംഗ് capital T and small t ക്രോസ് ചെയ്യുന്നു. അവരുടെ ഗമീറ്റ്സ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. Here you can see in the purple in the purple color you can see the gametes. Dwarf plant gametes എങ്ങനെയായിരിക്കും? Small t ആയിരിക്കും ഒരു ഗമീറ്റ്, സെക്കൻഡ് ഗമീറ്റും സ്മോൾ t ആയിരിക്കും. Tall plant gametes എങ്ങനെയായിരിക്കും? There will be capital T gametes and capital T gametes. ഇവർ നമ്മൾ ക്രോസ് ചെയ്ത് ഇവർക്ക് എങ്ങനെയുള്ള കുട്ടികൾ ഉണ്ടാകും? How will be the offsprings be എന്നാണ് നോക്കാൻ പോകുന്നത്. സോ നോക്കിക്കോ. So in the F1 generation, pause it sir. So F1 generation means filial
F1 generation. That is the first generation. ആദ്യത്തെ ജനറേഷൻ അതാണ് F1 generation. ഈ ടേംസ് ഒക്കെ നിങ്ങൾ ഫെമിലിയർ ആവണം ഇനി. സോ ഫസ്റ്റ് ഗമീറ്റ് സ്മോൾ ടിയും ക്യാപിറ്റൽ ടിയും കൂടെ കമ്പൈൻ ചെയ്ത് നമുക്കൊരു ക്യാപിറ്റൽ ടി സ്മോൾ ടി പ്ലാന്റ് ഉണ്ടായി. എന്ത് പ്ലാന്റ് ഉണ്ടായി? ക്യാപിറ്റൽ ടി സ്മോൾ ടി പ്ലാന്റ് ഉണ്ടായി. സോ ആ പ്ലാന്റ് പുറമെ കാണാൻ എങ്ങനെയായിരിക്കും? ടോള് തന്നെയായിരിക്കും. ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണെങ്കിലും പുറമെ കാണാൻ അത് ടോള് തന്നെയായിരിക്കും. ബിക്കോസ് ക്യാപിറ്റൽ ടി ഈസ് ഡോമിനന്റ്. ക്യാപിറ്റൽ ടി എപ്പോഴും ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ട്രേറ്റ് ആയതുകൊണ്ട് the plant will be tall in external appearance. പക്ഷെ ജീനോടൈപ്പ് എങ്ങനെയാ? ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണ്. ബട്ട് the plant appears to be tall. Okay, അടുത്ത ഗമീറ്റ്സ് നമ്മൾ ഫ്യൂസ് ചെയ്യുക. Small t and capital T is fusing to become another tall plant. Here you can see capital T is fusing with small t to get another tall plant. കാണുന്നുണ്ടോ? ഇനിയുണ്ട് ഗമീറ്റ്സ് രണ്ടെണ്ണം. നോക്കാം. Small t is fusing with another capital T to form capital T small t. അടുത്ത p plantന്റെ height എങ്ങനെയായിരിക്കും? That is also going to be tall. And then finally, yeah, small t is fusing with another capital T to form capital T small t. എന്ത് മനസ്സിലായി? എന്ത് മനസ്സിലായി? So in the first step we have crossed a tall pea plant with a dwarf pea plant and we got all the offsprings, all the four offsprings as tall. Alle മനസ്സിലായി? Emotional damage. ഇതിലെന്താ emotional damage ഇരിക്കണേ? What happened here? Tall pea plantനെ dwarf pea plant ആയിട്ട് ക്രോസ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ജനറേഷൻ എല്ലാം എങ്ങനെയായി? All of them are tall. And our genetic composition different. എങ്ങനെയാ? It is capital T small t. Yeah, capital T small t ഉള്ള tall ആണ്. പാരന്റിന്റെ പോലെ capital T tall അല്ല. കിട്ടിയല്ലോ? This is the first step. ഒന്നും ആയിട്ടില്ല. ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രമേ ആയിട്ടുള്ളൂ. അവിടെ law of dominance ഒക്കെ കമന്റ് ചെയ്തു തുടങ്ങി. I know. Okay. So this is the first step. First step clear ആയോ? If you tell me this step is clear, I will move on. Otherwise, I will show you the animation again. ചെയ്തത് എന്താണെന്ന് മനസ്സിലായോ? We are doing monohybrid cross and there are two steps. There is cross pollination and self pollination. This is cross pollination where a tall pea plant is crossed with a dwarf pea plant and we get all the offsprings as tall with the genotype capital T small t. Is this concept clear? If it is clear, give me a thumbs up or give a thumbs down if it is not clear. ഇത് നോട്ട് ചെയ്യണം. ഇപ്പൊ ഒന്നും നോട്ട് ചെയ്തില്ലെങ്കിൽ എനിക്കൊരു പ്രശ്നമില്ല. യു ക്യാൻ ടേക്ക് എ സ്ക്രീൻഷോട്ട് ആൻഡ് റൈറ്റ് ഇറ്റ് ഡൗൺ ആഫ്റ്റർ ദ ക്ലാസ്. ഇപ്പൊ നിങ്ങൾ ഒന്നും ചെയ്തില്ലല്ലോ, അതാ ഞാൻ പറഞ്ഞു. ഇപ്പൊ നിങ്ങൾ എഴുതാൻ പോയാൽ അവിടെ ആയി പോകും. മൊത്തം ഇതൊക്കെ വരച്ച് സ്കെയിലൊക്കെ എടുത്ത് തകർക്കും അവിടെ. സോ പ്ലീസ് ഫോക്കസ് ഇൻ ദ ക്ലാസ് റൈറ്റ് നൗ. യാ, സോ ലെറ്റ്സ് മൂവ് ഓൺ സർ. വി ക്യാൻ ഷോ ദി നെക്സ്റ്റ് ആനിമേഷൻ. Now which is the next step, guys? We have done the cross pollination. Now we have to do what? Which is the second step? Second step of monohybrid cross. Tell me. Avaru chellunundo sir? You can't see the comments. Which is the second step of monohybrid cross? Yes. Self pollination. Self pollination between ആരെ നമ്മൾ സെൽഫ് പോളിനേറ്റ് ചെയ്യുന്നത്? ഇപ്പൊ ഉണ്ടായി വന്ന ഓസ്പ്രിങ്സിനെ. ദാറ്റ് ഈസ് സെൽഫ് പോളിനേഷൻ ബിറ്റ്വീൻ ക്യാപിറ്റൽ ടി സ്മോൾ ടി ആൻഡ് ക്യാപിറ്റൽ ടി സ്മോൾ ടി. നോക്കിക്കോ. സെൽഫ് പോളിനേഷൻ ചെയ്യുമ്പോൾ എന്താ കിട്ടുക നോക്കാം. രണ്ട് ടോൾ പ്ലാന്റ്സിനെ ക്രോസ് ചെയ്യുന്നേ. യാ, ബട്ട് ദ ജീനോടൈപ്പ് ഇസ് ഡിഫറെന്റ്. വി ആർ ക്രോസിംഗ് ബിറ്റ്വീൻ ക്യാപിറ്റൽ ടി സ്മോൾ ടി ആൻഡ് ക്യാപിറ്റൽ ടി സ്മോൾ ടി. സോ ഹിയർ യു സീ ഇവരുടെ ഗമീറ്റ്സ് എങ്ങനെയായിരിക്കും? ഒരു ഗമീറ്റ്, മെയിലിന്റെ ഗമീറ്റ് ക്യാപിറ്റൽ ടി സ്മോൾ ടി ആയിരിക്കും. ഫീമെയിലിന്റെ ഗമീറ്റ് ക്യാപിറ്റൽ ടി സ്മോൾ ടി ആയിരിക്കും. Now let's see what all offsprings we will get. നോക്കിക്കോ. So the first gamete is fusing in the F2 generation. Yeah. So what is the difference? ഇവിടെ നമ്മൾ F2I generation, F1 generation തന്നെ എടുത്ത് സെൽഫ് പോളിനേറ്റ് ചെയ്ത് ഉണ്ടാവുന്ന പീ പ്ലാന്റ്സ് ആണ്. Okay, so that they are the second generation, filial 2 generation. Okay. So here capital T is crossed, you get a pea plant with tall appearance with a genotype of capital T. നോക്കിക്കോ. അടുത്ത ആൾ എങ്ങനെ ഇരിക്കും? ഡിഫറെന്റ് ആയി. ക്യാപിറ്റൽ ടി സ്മോൾ ടി ജീനോടൈപ്പ് ഉള്ള
tall plant നെ കിട്ടി. Okay, and then yes, next is capital T small t pea plant which is tall പക്ഷെ genotype is different. നോക്കിക്കോ. And finally yes, small t which is a dwarf pea plant. Did you see it? Self pollinate ചെയ്തപ്പോൾ കിട്ടി കഴിഞ്ഞ റിസൾട്ട് മൊത്തത്തിൽ മാറിയത് കണ്ടോ? We self pollinated a capital T small t with another capital T small t and we got a completely different result. Resultil vannappo endu sambhavichu? We have 3 different genotypes here. Ille? Thank you sir. Idu madi. Okay. Ivide we can see 3 different genotypes. Nokkikko. Ivide nokkikolu ട്ടോ. So we have self capital T small t with capital T small t. ഇതല്ലേ സെൽഫ് പോളിനേറ്റ് ചെയ്ത സെക്കൻഡ് സ്റ്റെപ്പാണ് ഞാൻ കാണിക്കുന്നത്. ഇവിടെ ഗമീറ്റ്സ് എങ്ങനെ ഇരിക്കും? ഒരു ഗമീറ്റ് ക്യാപിറ്റൽ ടി ആയിരിക്കും, അത് ഇത്. ഇയാളുടെ ഗമീറ്റ് എങ്ങനെ ഇരിക്കും? അതൊരു സ്മോൾ ടി ആയിരിക്കും. ഇനി ഇയാളുടെ എങ്ങനെ ഇരിക്കും? there will be another capital T and then another capital T. And when we cross these things നമുക്ക് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള പീ പ്ലാന്റിനെ കിട്ടാൻ പോകുന്നത്. എങ്ങനെ കിട്ടി? ആദ്യത്തെ ആള് ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി. ഇത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇതെങ്ങനെ കിട്ടുന്നതെന്ന്? This gamete is getting fused with this gamete and you get capital T capital T. In the second step you get small t with capital T. appo endu kittum? Capital T small t pea plant. Then ivada capital T is getting crossed with small t. Here you get capital T small t. And then finally you are crossing small t with the small t and get an offspring with small t genotype. So നിങ്ങൾക്ക് ഏതൊക്കെ ടൈപ്പ് കിട്ടി? You have capital T pea plant, you have capital T small t pea plant and you have small t pea plant. So can you unmute someone for me? Yeah. Yes, Riya. എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്തേ. ഇത്രയും മനസ്സിലായോ മോളെ? Is this clear? Is clear? കേൾക്കുന്നില്ല, വോയിസ് വരുന്നില്ല. നമുക്ക് വേറൊരാളെ മ്യൂട്ട് ചെയ്യാവോ? വോയിസ് ഉള്ള ഒരാളെ മ്യൂട്ട് ചെയ്തേ. ഗ്രിഫി. മനസ്സിലായോ മോളെ? കോൺസെപ്റ്റ് മനസ്സിലായോ? മോണോഹൈബ്രിഡ് ക്രോസ്. Yes, ma'am. Okay. So then tell me, now we have got 3 genotypes, അല്ലേ? 3 genotypes കിട്ടി. We have capital T, capital T small t and small t, right? ഇത് എത്ര എണ്ണം വീതം ഉണ്ടെന്നൊന്ന് പറയാവോ? ഈ കിട്ടിയിരിക്കുന്ന ഓഫ്സ്പ്രിംഗിൽ ഇപ്പൊ ഉണ്ടായി വന്ന F2 ജനറേഷനിൽ ഇത് എത്ര എണ്ണം വീതം ഉണ്ടെന്ന് പറയാം? Can you tell me the number of offsprings? Like how many capital T is there? How many capital T is there? Yeah, 1 capital T is to how many capital T small t is there? 2. 2 is to how many small t is there? 1. Very good. So you have capital T is to capital T is to small t as 1 is to 2 is to 1. ഇതെന്താ ഇത്? ഇത് നമ്മളുടെ ജീനോടൈപ്പ് റേഷ്യോ. ദിസ് ഈസ് ദി ജീനോടിപ്പിക് റേഷ്യോ ഓഫ് മോണോഹൈബ്രിഡ് ക്രോസ്. സോ മോണോഹൈബ്രിഡ് ക്രോസിന്റെ ജീനുകൾ 3 ടൈപ്പ് ജീനുകൾ കിട്ടി. വിച്ച് ആർ ദേ? capital T small t in the ratio of 1 is to 2 is to 1. So the genotypic ratio of monohybrid cross എന്ന് ചോദിച്ചാൽ എന്ത് പറയണം? That is 1 is to 2 is to 1. കിട്ടിയോ? Now I need someone else. വേറൊരാളെ കാണിച്ചു തന്നെ. Someone else. Monohybrid cross. Who is it? Jerome. മനസ്സിലാവുന്നുണ്ടോ മോനെ പറയുന്നത്? കോൺസെപ്റ്റ് മനസ്സിലാവുന്നുണ്ടോ? വോയിസ് ആണല്ലോ. ആ ഹെഡ്സെറ്റ് ഒന്ന് റിമൂവ് ചെയ്യോ? ഹെഡ്സെറ്റ് റിമൂവ് ചെയ്ത് കളയോ? എന്നിട്ട് സംസാരിക്കോ? അല്ല കേൾക്കില്ല. ഹെഡ്സെറ്റ് ഇല്ലെങ്കിൽ കേൾക്കില്ല.
ഫോൺ അടുത്ത് വെക്കണം. അതെയോ? ഓക്കെ, then it's fine. Can you unmute someone else? എന്നാ മ്യൂട്ട് ചെയ്തോ ജെറോ. വേറൊരാളെ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് തരുമോ? Eric. Who is it? Eric. Eric. എറിക്ക് കോൺസെപ്റ്റ് മനസ്സിലായോ പഠിപ്പിച്ചത്? ഇല്ലാന്ന് പറ. മനസ്സിലായോ എറിക്ക്? യാ, അവിടെ വോയിസ് ഇല്ല. വാട്ട് ഈസ് ദിസ്? വോയിസ് ഉള്ള ഒരാളെ അൺമ്യൂട്ട് ചെയ്ത് തരൂ. Yes. So Eric, can you tell me, here we have 3 types of genotype, right? So ഈ capital T ഉള്ള pea plant appearanceൽ എങ്ങനെയായിരിക്കും? Tall ആയിരിക്കോ dwarf ആയിരിക്കോ? The pea plant capital T will be tall or dwarf in appearance. Capital T. Common sense ഒക്കെ തിരിച്ചു വിളിച്ചു വരൂ. മെന്റലിയൻ ക്രോസ് പിടിച്ച എല്ലാവർക്കും മെന്റൽ ആയി പോയോ? ആർ യു ഓക്കെ ഗൈസ്? എല്ലാവരും എന്തെങ്കിലും കിളി മാറിയിരിക്കുന്നേ? ഒരു ക്രോസ് കാണിച്ചതാണോ ഇത്? ജെറോമിന്റെ ഓഡിയോ വരുന്നില്ല സർ. someone else my time is flying. Sharon, help me Sharon. Miss. Yes Sharon, did you get the concept? അത് ആദ്യം ചോദിക്കട്ടെ, എന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചില്ലേ കാര്യം. Did you get the concept? Is it clear? Yes. Yes. So tell me, a pea plant with capital T genotype will be tall or dwarf? Tall. Very good. This will be tall. What about capital T small t? എല്ലാരും ശ്രദ്ധിച്ചിരുന്നോ? ഞാൻ ഇപ്പൊ വരും. Capital T small t. What? But. Yeah, this will also be tall. അത്രേ ഉള്ളൂ. Oh. Yeah. What about capital T small t here? Here. Yeah, tall. What about small t? Dwarf. So, ഇത് നമ്മുടെ phenotype അല്ലേ? Tall, dwarf എന്നുള്ള external appearance, right? So, the phenotypic ratio, Sharon പോവല്ലേ? Phenotypic ratio can be tall is to dwarf. ആകെ രണ്ട് ടൈപ്പ് അല്ലേ ഉള്ളൂ ഫീനോടൈപ്പില്. സോ ഇതിന്റെ റേഷ്യോ എന്ന് പറഞ്ഞ പോലെ how many tall is to how many dwarf? 1:2:1. No, അത് ജീനോടൈപ്പ് നമുക്ക് ടി സ്മോൾ ടി അതൊക്കെ കിട്ടി. ഫീനോടൈപ്പ് രണ്ടേ ഉള്ളൂ. how many tall is here? ഇവിടെ എണ്ണി നോക്കിയോ, ഈ കോളത്തിൽ എണ്ണി നോക്കിക്കോ. No, just count, cool down, calm down, എന്നിട്ട് കൗണ്ട് ചെയ്യൂ. how many tall is here? 3. Yeah, tall is 3 is to how many dwarf is here? 1. So what is the phenotypic ratio? Phenotypic ratio is 3:1. ഇത് ബാക്കി ഇരിക്കുന്ന അവിടെ ഉള്ളവർക്കൊക്കെ മനസ്സിലായോ? മ്യൂട്ട് ചെയ്തോ മോനെ. The remaining ones ഇത്രേ പറഞ്ഞുള്ളൂ. In the case of monohybrid cross, there are 2 steps. One is cross pollination, second one is self pollination. At the end of self pollination നമുക്ക് 2 ratio കിട്ടും. We get 2 ratios. First one is genotypic ratio and the second one is phenotypic ratio. Genotypic ratio, there are 3 types of genotypes. അല്ലേ? 3 genotypes നമുക്ക് കിട്ടും മോണോഹൈബ്രിഡ് ക്രോസിൽ. ഡൈഹൈബ്രിഡിൽ വരുമ്പോ കഥ മാറും, എണ്ണം കൂടും. 2 ട്രൈറ്റ്സ് അവിടെ പഠിക്കാൻ പോണം. ഇത് ഒരാളുടെ കാര്യമാണ് നിങ്ങളോട് പറയുന്നത്. ഇത് മനസ്സിലായില്ലെങ്കിൽ ഡൈഹൈബ്രിഡിൽ പോയിട്ട് ഒരു കാര്യമില്ല. നുഹേനെ അൺമ്യൂട്ട് ചെയ്തേ സർ. നുഹ അവിടെ എക്സാം ചോദിക്കുന്നു. അൺമ്യൂട്ട് ചെയ്യൂ. പഠിപ്പിച്ച് തീരാതെയാണ് എക്സാം ഇടുന്നത്. അത് ശരി. Nuha, so tell me, which are the genotypes? Here? Nuha?
T, capital T, capital T is to small t, small t. അങ്ങനെയാണോ? ഇതിപ്പോ ലാഭമായല്ലോ. അല്ല, ratio ആണോ? No, I am asking which are the 3 genotypes you get from a monohybrid cross. Capital T capital T, small t. Capital T small t is to small t, small t. small t. And what is the ratio? എത്ര capital T ഉണ്ടായിരുന്നു? Capital T എത്ര ഉണ്ടായിരുന്നു? 1. 1. Capital T small t എത്ര ഉണ്ടായിരുന്നു? 2. 2. Small t എത്ര ഉണ്ടായിരുന്നു? 1. Okay, so what is the genotypic ratio of a monohybrid cross? 1:2:1. Okay, thank you. അടുത്ത ആളാരാ? അടുത്ത ആള് സൗരവ്. സൗരവേ, Yes, ma'am. ഇത് വല്ലോം മനസ്സിലായോടാ കുട്ടാ? Yes, ma'am. മനസ്സിലായി. എന്നാ ടെൽ മീ, ഫീനോടൈപ്പ് എത്ര ഫീനോടൈപ്പ് കിട്ടി നമുക്ക് ലാസ്റ്റ്? കാഴ്ചയിൽ എത്ര ടൈപ്പ് പീ പ്ലാന്റ് ഉണ്ടായിരുന്നു? 2 ഡിഫറെന്റ് ആയിട്ട് എത്ര ടൈപ്സ് ഉണ്ടായിരുന്നു? 2. which are the 2 phenotypes? ഏതൊക്കെയായിരുന്നു? One is Tall. very good. One is tall, is to other one is Dwarf. dwarf. അതിന്റെ ratio എത്ര ഉണ്ടായിരുന്നു ഓർക്കണ്ടോ? എത്ര tall ഉണ്ടായിരുന്നു? 3. Yeah, there were 3 tall and how many dwarf? 1. Perfect. ഞാൻ ഇങ്ങനെ ഇരിക്കുന്നേ ഉള്ളൂ, എല്ലാം മനസ്സിലാക്കിയിട്ടേ ഇരിക്കുന്നേന്ന്. Very good, Saurav. Okay. So this is it. ഈ കഥ മൊത്തം പറഞ്ഞത് ഈ ഒരു റേഷ്യോ കിട്ടാൻ വേണ്ടിയിട്ടാ. At the end of the monohybrid cross, you should be knowing that in a monohybrid cross, the genotypic ratio is 1:2:1 and phenotypic ratio is 3:1. കഥ കിട്ടിയോ? ഇത് മാത്രം പറയാൻ വേണ്ടി ഈ കഥയായ കഥ മുഴുവൻ പറഞ്ഞത്. So in the step 1, we cross pollinated. ഈ കഥ ഒന്നും മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോ, ഇത് തന്നെയാ പറയുന്നത്. I am repeating the same thing. The first step, we cross pollinated tall, capital T and dwarf, small t pea plant. And F1 generation are all tall. ആദ്യം ചെയ്തതിലെല്ലാം എന്ത് കിട്ടി? Tall ആണ് നമുക്ക് കിട്ടി. Capital T, small t, F1 generation കിട്ടി. Which means F1 എന്താണെന്ന് പറഞ്ഞാൽ F1 is filial generation 1 or the first filial generation. ആദ്യത്തെ കുഞ്ഞു generation അതാണ്. And all the F1 plants were tall. All the F1 plants were tall like one of its parents and none were dwarf. Cross pollinate ചെയ്തപ്പോൾ കിട്ടിയ എല്ലാവരും tall ആയിരുന്നു. അതിൽ dwarf ആയിട്ട് ആരും ഉണ്ടായില്ല. എല്ലാവരുടെയും genotype എന്തായിരുന്നു? Capital T, small t ആയിരുന്നു. Trait of the other parent was not seen in F1 generation. ഒരു പാരന്റിന്റെ മാത്രം ട്രേറ്റേ കുഞ്ഞുങ്ങളിൽ കണ്ടുള്ളൂ. ഡ്വാർഫ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ കുഞ്ഞുങ്ങളിൽ കണ്ടേയില്ല. കണ്ടോ? നിങ്ങൾ കണ്ടോ? No, it was absent, right? So the trait of the second parent, small t എവിടെയോ പോയി, അത് ഒളിച്ചിരിക്കുക, അത് പുറത്തേക്ക് വന്നിട്ടേ ഇല്ല in F1 generation, right? And then in step 2 we self pollinated the F1 plants. ഈ capital T small t ഉള്ള എല്ലാ കുഞ്ഞുങ്ങളെ F1 generationലെ ആളുകളെ നമ്മൾ പിടിച്ച് self pollinate ചെയ്തു. Capital T small t into capital T small t. Then what happened? And got tall and dwarf plants. ഇവരെ cross pollinate, self pollinate ചെയ്തപ്പോൾ we got both tall plants as well as dwarf plants. The character that was not seen in F1 generation was now expressed. അത് ഏത് ക്യാരക്ടറാ? F1 generationൽ കാണാത്ത ക്യാരക്ടറും ഇവിടെ എക്സ്പ്രസ്ഡ് ആയി, F2 എക്സ്പ്രസ്ഡ് ആയി. അത് ഏത് ക്യാരക്ടറാ? Which was that character? F1 കാണാത്ത ക്യാരക്ടർ ഇവിടെ ഏതാ? യെസ്, സ്മോൾ ടി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ നമ്മൾ ഇതുവരെ കണ്ടേയില്ല, റൈറ്റ്? സെക്കൻഡ് പാരന്റിന്റെ ക്യാരക്ടർ ഒളിച്ചിരിക്കുവായിരുന്നു. ബട്ട് ദാറ്റ് ഗോട്ട് എക്സ്പ്രസ്ഡ് ഇൻ ദി F2 generation, which is small t. That is small t. And some of the offspring were dwarf, most of them were tall. 3:1 ആയിരുന്നു. 3 പേര് tall ആണെങ്കിൽ ഒരാൾ dwarf ആയിരുന്നു. Which means most of them were tall. 3 tall and 1 dwarf, which is the phenotypic ratio of 3:1 was the result.
And finally, 1 capital T, 2 capital T, 1 small t, which is 1:2:1 genotypic ratio was the result. So this is it. Phenotypic ratio was 3:1, which is tall is to dwarf, and genotypic ratio capital T is to capital T is to small t was 1:2:1. ഞാൻ ഇവിടെ നിർത്തും. Is this much clear? Is this much clear? ഈ കഥ ഇത്ര മനസ്സിലായെങ്കിലാണ് ഇനി ഡൈഹൈബ്രിഡ് പഠിപ്പിക്കുമ്പോൾ എന്തെങ്കിലും മനസ്സിലാവുള്ളൂ. So if you have any queries, any issues from all these points, you can give a hand raise. Comments ഇട്ടോണ്ടിരിക്കണമെന്നില്ല. You can ask me. And missing slides or anything, just give me a slide and a number. നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ slide number പറഞ്ഞാലും മതി. Yeah. First step, you need the first step again. This is step 1. Slides, doubts, queries, anything you can ask now, because in the next class we will be moving on to dihybrid cross. appo onnum manasilayilla. Yeah, this is step 1. Screenshot ചെയ്തോളൂ. Yeah, then 17th slide. 17. ഇത് തന്നെയാണോ? Reason for choosing P-plan by Mendel for studying inheritance. ഈ പോർഷൻ എക്സ്പ്ലെയിൻ ചെയ്യാം. സ്ലൈഡ്സ് വേണ്ടവരൊന്ന് പെട്ടെന്ന് ചോദിച്ചേ. 14 and 15. 14 സ്ക്രീൻഷോട്ട്. 15. This is 15. ഇതാണ് ഉദ്ദേശിച്ചത്. This is 14 and 15. Step 2 വേണം. Okay, this is step 2. Slide first onwards. ആദ്യം മുതൽ വേണം സ്ലൈഡ്സ്. Okay, I'll do one thing. സ്ലൈഡ്സ് എന്നത്തെ പോലെ ആദ്യം മുതൽ ഓടിക്കാം. സ്ലൈഡ്സ് വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്തോ. ഡൗട്ട്സ് ഉള്ളവർ ചോദിച്ചു. ഓക്കെ, സോ എന്തായിരുന്നു ചോദിച്ചേ? എന്തിപ്പോ ഒരു ഡൗട്ട് ചോദിച്ചു സർ? സെക്കൻഡ് മിഡിൽ സ്ക്രീൻ. Reason for choosing B plans. അത് എക്സ്പ്ലെയിൻ ചെയ്യാം. I told you this is already, yeah, it's all in the YouTube. Our entire class is in the YouTube. നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് ബുദ്ധിമുട്ടൊന്നുമില്ല. പ്ലേ പോസ് ചെയ്ത് അവിടെ പോയി സുഖമായിട്ട് കാണാം. It's already in our channel. Okay, so yeah, slides screenshot ചെയ്തോ. Get ready for the exam. We will be having us, yeah, exam കഴിഞ്ഞിട്ട് doubt clearance session കാണും. Don't worry, ഞാൻ എവിടെയും പോവില്ല. നിങ്ങളുടെ ഡൗട്ട്സ് തീർത്തിട്ടേ പോകുന്നുള്ളൂ. സോ യെസ്, സ്ലൈഡ്സ് കാണിച്ചു കഴിയുമ്പോൾ നമുക്ക് എക്സാമിലേക്ക് ജമ്പ് ചെയ്യാം. എന്നിട്ട് ഡൗട്ട്സ് ഉള്ളവർ സ്റ്റേ ബാക്ക് ചെയ്തോളൂ. ഓക്കെ, ബാക്കിയുള്ളവരുടെ ടൈം കളയണ്ടല്ലോ. സ്ലൈഡ്സ് കാണിച്ചു കഴിഞ്ഞിട്ട് പോരെ. സ്ലൈഡ്സ് എടുത്തോളൂ. Then we'll jump on to the exam and then we can stay for the doubt clearance. Don't worry, okay? Monohybrid cross. Yeah, already in the slide. ഇത് വേണമെന്നില്ല. Step 1, step 2, the result. That's it. Yeah. So are you ready for the exam now? Exam ready ആണെന്നറിയാം. I have some extra questions for you. Take the screenshot of your extra questions. Step 2 കാണിക്കാം കേട്ടോ. നോക്കിയോ, these are extra questions. Screenshot ചെയ്തോളൂ. This chapter is very very important. ഈ രണ്ടേ ക്രോസ് വൃത്തിയായിട്ട് പഠിച്ചു വെച്ചാൽ ഈ ചാപ്റ്റർ എന്നുള്ള ഫുൾ മാർക്സ് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സോ പ്ലീസ് ട്രൈ ടു ഡു ദ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാ ക്വസ്റ്റ്യൻസ് വരുന്നതെന്നുള്ളത്. ഓക്കെ, സോ ടേക്ക് ദ സ്ക്രീൻഷോട്ട് ഓഫ് യുവർ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ആൻഡ് ഡു ഇറ്റ് ഓൺ യുവർ ഓൺ. Then yeah, it's a banner. Here it is. Third questions, fourth question and fifth question. Screenshot your extra questions and do it on your own. ചെയ്തു നോക്കുക, പറഞ്ഞു നോക്കുക. So you will get an idea. ഈ പഠിച്ചല്ലോ മനസ്സിലായോ എന്ന് മനസ്സിലാവണമെങ്കിൽ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് നോക്കണം. Yeah. കിട്ടിയോ? ഇതിന്റെ അത് മാറ്റിയിട്ടുണ്ട്, എടുത്തോ. യെസ്, കിട്ടിയില്ലേ? എന്താ കിട്ടാത്ത? എക്സാം ആക്ടിവിറ്റി ചെയ്തോ സർ? ഓക്കെ, ഫൈൻ. സോ
നമുക്ക് യൂട്യൂബിൽ ടാറ്റ പറഞ്ഞിട്ട് തിരിച്ചു വരാം. ആൻഡ് ദെൻ ഐ വിൽ സ്റ്റേ ബാക്ക്. ഡോണ്ട് വറി. ഓക്കെ, എവിടെയും പോകരുത്. വിൽ സേ ബൈ ടു ദ യൂട്യൂബ് ഫാമിലി ആൻഡ് വിൽ കം ബാക്ക് ആൻഡ് ടേക്ക് ദി എക്സാംസ്. ഓക്കെ, so okay, thank you so much for joining with us. Thank you for the session. Bye bye.